കട്ടായില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ ഒരുമിച്ചുകൂടൽ അവൻ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാനു ഷരീഫിൽ പ്രത്യേകിച്ചും നോമ്പൊക്കെ നോറ്റ് മഹത്തായ ഒരു ഇൽമിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുവാനും കഴിയുക എന്നത് വലിയ ഭാഗ്യമാണ്. പ്രത്യേകിച്ചും നമ്മുടെ സാവിയത്ത് സൂഫിയിൽ റമദാനു ഷരീഫിൽ പ്രധാനപ്പെട്ട ഒരു അമല് നോമ്പ് തന്നെയാണ്. അതോടൊപ്പം പ്രത്യേകമായ നിസ്കാരങ്ങളും നമുക്ക് നിർവഹിക്കാനുണ്ട്. എന്നാൽ അതിലൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന്റെ അവയവങ്ങൾ സൂക്ഷിക്കുക എന്നതാണ്. അവയവങ്ങൾ സൂക്ഷിക്കുന്നതിൽ ലാഹിറൻ വ ബാത്തിനൻ, പുറത്തും സൂക്ഷിക്കണം, മാനസികമായിട്ടും നമ്മൾ സൂക്ഷിക്കണം. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു നോമ്പിനെ കുറിച്ച് തന്റെ ശർഹുൽ മുഹദ്ദബിൽ പറഞ്ഞ കൂട്ടത്തിൽ മഹാൻ പറയുന്നുണ്ട്, യുസ്തഹബ്ബു സൗനു നഫ്സിഹി ഫീ റമളാന അനി ശഹവാതി ഫഹുവ സിർറു സൗം വ മഖ്സൂദുൽ അഅ്ളം. നോമ്പ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ ശരീരത്തെ ഇച്ഛകളിൽ നിന്നും വേണ്ടാത്ത ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ സൂക്ഷിക്കുക എന്നതാണ്. യഥാർത്ഥത്തിൽ നോമ്പിന്റെ സിർറ് അതാണ്. നോമ്പ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നതും അതാണ്. മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തിയാണ് നോമ്പ് കൊണ്ട് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. മാനസികമായിട്ട് സംതൃപ്തി ഉണ്ടാവണമെങ്കിൽ മനസ്സിനെ സൂക്ഷിക്കണം. വേണ്ടാത്ത ചിന്തകളിൽ നിന്ന്, വേണ്ടാത്ത സംസാരങ്ങളിൽ നിന്നൊക്കെ ഒരാൾക്ക് മോചനം കിട്ടുമ്പോൾ മാത്രമേ മാനസിക ശുദ്ധി ഒരാൾക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ മനസ്സെപ്പോഴും സംഘർഷമാണ്. അതുകൊണ്ട് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, വ അന്നഹു യഹ്തരിസു അനിൽ ഗൈബത്തി വൽ കലാമിൽ ഖബീഹി വൽ മുശാത്തമതി വകുല്ലി മാ ലാ ഖൈറ ഫീഹി മിനൽ കലാം. അതുകൊണ്ട് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ ഗീബത്തിനെ തൊട്ട് പ്രത്യേകം സൂക്ഷിക്കണം. അതുപോലെ ആവശ്യമില്ലാത്ത സംസാരങ്ങള്, മോശമായ സംസാരങ്ങള്, പരസ്പരം ചീത്ത പറയൽ, യാതൊരു കാര്യവുമില്ലാത്ത, ഒരു ഖൈറുമില്ലാത്ത സംസാരങ്ങള്, അതിൽ നിന്നൊക്കെ നോമ്പുകാരൻ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം നോമ്പ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നതും നോമ്പിന്റെ പ്രധാന ഉദ്ദേശവും ശാരീരികവും മാനസികവുമായ ശുദ്ധീകരണമാണ്. ഹദീസിൽ തന്നെ പറയുന്നുണ്ടല്ലോ, അസ്സിയാമു ജുന്ന, അസ്സൗമു ജുന്ന. നോമ്പ് ഒരു പരിചയാണ്. നമ്മുടെ ശാരീരികവും മാനസികവുമായ എല്ലാ അശുദ്ധികളിൽ നിന്നും നമുക്ക് മോചനം തരുന്ന ഒരു പരിചയാണ്. മറ്റുള്ള മാസങ്ങളിലൊക്കെ നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങളുണ്ടാവും, പല മോശകാര്യങ്ങളുണ്ടാവും. അതൊക്കെ റമദാൻ നമുക്കൊരു തടസ്സമാണ്. മോശം കാര്യങ്ങൾ ചെയ്യാനും മോശപ്പെട്ട സംസാരങ്ങൾ സംസാരിക്കാനും റമദാൻ ഒരു തടസ്സം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് 29 ദിവസം അല്ലെങ്കിൽ 30 ദിവസങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോൾ ആ 30 ദിവസം കൊണ്ട് നമുക്ക് മറ്റു 11 മാസങ്ങളിൽ ജീവിക്കുവാനുള്ള ഒരു ആത്മസംതൃപ്തി പരിശുദ്ധ റമദാൻ തരും. അതുകൊണ്ട് പ്രധാനമായും സൂക്ഷിക്കേണ്ടത് നമ്മുടെ ശരീരത്തെയാണ് എന്നാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ശർഹുൽ മുഹദ്ദബ് എന്ന് പറഞ്ഞാൽ അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങളുടെ അൽ മുഹദ്ദബിന്റെ വ്യാഖ്യാനമാണ്. അബൂ ഇസ്ഹാഖ് ശിറാസി തങ്ങൾ തന്റെ അൽ മുഹദ്ദബിൽ പറഞ്ഞു,
യംബഗി ലിസ്സായിമി അൻ യുനസ്സിയ സൗമഹു അനിൽ ഗീബത്തി വശതുമി. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നോമ്പിന് അവന് സംരക്ഷണം നൽകണം ഗീബത്തിൽ നിന്നും ആക്ഷേപത്തിൽ നിന്നും. എന്താണ് ഗീബത്ത്? അതിനെക്കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. അപ്പൊ ഒരു നോമ്പുകാരൻ പ്രധാനമായും തന്റെ നോമ്പിനെ കാക്കേണ്ടത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ പ്രത്യക്ഷത്തിൽ സൂക്ഷിക്കുക എന്നത് കൊണ്ട് മാത്രമല്ല. ഒരു നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിന്റെ അത്ര ഫർളൊന്നും നോമ്പിനില്ല. ഏറ്റവും കൂടുതൽ ഫർളുള്ള ഒരു ഇബാദത്ത് നിസ്കാരമാണ്. ശാഫഈ മദ്ഹബിൽ അതിന് 14 ഫർളുണ്ട്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം, സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം, കുളിയെ സംബന്ധിച്ചിടത്തോളം 2 ഫർദേ ഉള്ളൂ. നോമ്പിന്റെ ഒരു ഫർദ് എന്ന് പറഞ്ഞാൽ നിയ്യത്ത് വെക്കലാണ്. അത് രാത്രി ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ ഫർദ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് സൂക്ഷിക്കല. നോമ്പ് മുറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തടിയുള്ള വല്ല വസ്തുവും തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൂടെ ഉള്ളിലേക്ക് എത്തുക. ഇതുമാത്രമല്ല, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കലോ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്ന കാര്യമോ അല്ലെങ്കിൽ നമ്മുടെ ചെവിയിലൂടെയോ മറ്റു വെള്ളങ്ങളൊക്കെ ഉള്ളിലേക്ക് ചെല്ലുന്നതിനെ തൊട്ട് മാത്രം സൂക്ഷിച്ചത് കൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് നമ്മൾ സൂക്ഷിച്ചു എന്നതുകൊണ്ട് നോമ്പാകും. പക്ഷെ ഒരു കാമിലായ നോമ്പാകണമെങ്കിൽ, നോമ്പ് കൊണ്ട് നമുക്ക് നേട്ടമുണ്ടാവണമെങ്കിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഈ കാര്യം സൂക്ഷിക്കണം. നോമ്പിനെ നമ്മൾ കാക്കേണ്ടത് എങ്ങനെയാണ്? ഒരാളെ ആക്ഷേപിക്കാൻ പാടില്ല, ഒരാളെ ചീത്ത പറയാൻ പാടില്ല. അബൂ ഇസ്ഹാഖ് ശിറാസി റളിയല്ലാഹു അൻഹു അൽ മുഹദ്ദബിൽ പറഞ്ഞ ഈ വാക്കുകൾ ഇമാം നവവി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുകയാണ്. മഅനാഹു യതഅക്കദു തനസ്സുഹു അൻ ദാലിക ഫീ ഹഖ്ഖി സ്വാഇമി അക്തറു മിൻ ഗൈരിഹി ലിൽ ഹദീസ്. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഗീബത്ത് പറയുന്നതിനെ തൊട്ടും അതുപോലെ നമീമത്ത് പറയുന്നതിനെ തൊട്ടും ഒരാളെ ചീത്ത പറയുന്നതിനെ തൊട്ടും ആക്ഷേപിക്കുന്നതിനെ തൊട്ടൊക്കെ അയാൾ സൂക്ഷിക്കുക എന്നതാണ് മറ്റുള്ള കാര്യങ്ങളിൽ അയാൾ ശ്രദ്ധ കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. കാരണം ഈ വിഷയങ്ങളിൽ അതീവ ഗൗരവമായി ഹദീസ് വന്നിട്ടുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു തുടരുകയാണ്, നോമ്പിനെ നീ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഈ മോശപ്പെട്ട സംസാരങ്ങളിൽ നിന്നും യാതൊരു ആവശ്യമില്ലാത്ത രസങ്ങളിൽ നിന്നും ഗീബത്ത് നമീമത്തിൽ നിന്നൊക്കെ നീ അകന്നു നിൽക്കലാണ്. നോമ്പ് നോറ്റൊരാൾ ഒരാളെ ഗീബത്ത് പറഞ്ഞാൽ, ഗീബത്ത് എന്ന് പറഞ്ഞാൽ അതൊരാളെ പറ്റി ഇല്ലാത്തത് പറയലൊന്നുമല്ല, അതൊരാളെ പറ്റി ഉള്ളത് തന്നെ പറയലാണ്. ഇൻഷാ അല്ലാഹ് സ്വഹാബികള് അതിനെ സംബന്ധിച്ച് മുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചത് നമ്മൾ പറയും. അപ്പോൾ നോമ്പ് നോറ്റ് ഒരാള് ഗീബത്ത് പറഞ്ഞാൽ, ഗീബത്ത് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് യാതൊരു വിലയില്ലാത്തൊരു കാര്യമായി മാറിയിട്ടുണ്ട്. ആർക്കും എന്തും ആരെയും പറയാം. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയകളൊക്കെ വന്ന ഈ കാലഘട്ടത്തിൽ ഫേസ്ബുക്കിലായാലും വാട്സപ്പിലായാലും ആർക്കും ആരെയും എവിടെയും എങ്ങനെയും പറയാം. അത് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലപ്പോൾ നമ്മുടെ ഈമാൻ തന്നെ തെറ്റിപ്പോകുന്ന പല ഗീബത്തുകളും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കാര്യം നമ്മൾ തന്നെ സൂക്ഷിക്കണം. അതാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഒരാൾ നോമ്പ് നോറ്റി ഗീബത്ത് പറഞ്ഞാൽ അഷാ, അവൻ കുറ്റക്കാരനാണ്, അവൻ ഹറാമ് ചെയ്തവനാണ്. വലം യബ്തുൽ സൗമുഹു ഇൻദനാ, ശാഫിഈ മദ്ഹബിൽ അവന്റെ നോമ്പ് ബാത്തിലാവില്ല. നോമ്പൊക്കെ സ്വഹീഹാണ്, ചെയ്തത് ഹറാമാണ്. വബിഹി ഖാല മാലികുൻ വ അബൂ ഹനീഫ വ അഹ്മദു വൽ ഉലമാഉ കാഫ ഇല്ലൽ ഔസാഇ. ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നോമ്പ് നോറ്റൊരാൾ ഗീബത്ത് പറഞ്ഞാൽ അഥവാ നാവിനെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ മാലിക്കി മദ്ഹബിലും അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഹനഫി മദ്ഹബിലും ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹംബലി മദ്ഹബിലും മറ്റു ധാരാളം മുജ്തഹിദുകളായ മദ്ഹബിന്റെ ഇമാമുകളുടെ മദ്ഹബുകളിലൊന്നും നോമ്പ് ബാത്തിലാവില്ല. ഔസാഇ ഇമാമിന്റെ ഔസാഇ മദ്ഹബിൽ ഒഴിച്ച്, ഇമാം അബ്ദുറഹ്മാൻ ഔസാഇ റളിയല്ലാഹു അൻഹു ഒരു മദ്ഹബിന്റെ ഇമാമാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബിന്റെ ഇമാം ആയതുപോലെ
ഔസാഇ ഇമാം ഒരു മദ്ഹബിന്റെ ഇമാമാ. വെറും 4 മദ്ഹബ് മാത്രമല്ല ലോകത്തുള്ളത്, ഒരുപാട് മദ്ഹബുകളുണ്ട്. നമ്മള് ഹനഫി, മാലിക്കി, ശാഫിഈ, ഹംബലി എന്നീ ഈ കാലത്ത് എണ്ണുന്നത് പോലെ കുറച്ചു മുമ്പുള്ള കാലഘട്ടത്തിൽ 6 മദ്ഹബാണ് പറയാറുള്ളത്. ഇമാം സുഫിയാനി സൂരി റളിയല്ലാഹു അൻഹുവിന്റെ സുഫിയാനി മദ്ഹബ് ഉണ്ട് ഇവിടെ 5-മതായിട്ട്. ഇമാം ദാവൂദ് ലാഹിരി റളിയല്ലാഹു അൻഹുവിന്റെ ലാഹിരി മദ്ഹബ് ഉണ്ട്. ദാവൂദി മദ്ഹബ് ഉണ്ട് ഇവിടെ 6-മതായിട്ട്. പിൽക്കാലത്ത് 4-ലായി. അതിനു മുമ്പ് കൂടുതൽ മദ്ഹബ് ഉണ്ട്. ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു ഒരു മദ്ഹബിന്റെ ഇമാമാണ്. ഇമാം ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി ഒരു മദ്ഹബിന്റെ ഇമാമാണ്. ഇമാം ലൈസ് ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഒരു മദ്ഹബിന്റെ ഇമാമാണ്. അതുപോലെ ഇമാം ഔസാഇ മദ്ഹബിന്റെ ഇമാമാണ്. മഹാനവർകളുടെ മദ്ഹബിൽ നോമ്പ് നോറ്റൊരാൾ ഗീബത്ത് പറഞ്ഞാൽ യുബ്തുലു സൗമു ബിൽ ഗീബ വയജിബു ഖളാഉഹു. നോമ്പ് നോറ്റൊരാൾ ഗീബത്ത് പറഞ്ഞാൽ അവന്റെ നോമ്പ് ബാത്തിലാകും, അവൻ പിന്നീട് നോമ്പ് ഖളാ വീട്ടണം. ഔസാഇ മദ്ഹബിൽ നോമ്പ് മുറിയുന്ന കാര്യത്തിൽപ്പെട്ടതാണ് ഗീബത്ത് പറഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോകും. ഞാനിത് പറയാൻ കാരണം ഇതിനത്രയും ഗൗരവമുണ്ട്. ഫിഖ്ഹിൽ തന്നെ ഗീബത്ത് പറഞ്ഞാൽ നോമ്പ് മുറിഞ്ഞു പോകും എന്ന അഭിപ്രായമുണ്ട്. എന്നിട്ട് ഇമാം നവവി റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞല്ലോ, നോമ്പ് നോറ്റൊരാള് അയാൾ നോമ്പിനെ സംരക്ഷിക്കേണ്ടത് മറ്റു കാര്യങ്ങളിൽ നിന്ന് നീ സംരക്ഷണം നൽകുന്നതിനെക്കാട്ടിലും ഗൗരവപരമായിട്ട് ഗീബത്തിനെ തൊട്ട് നീ ശ്രദ്ധിക്കണം. കാരണം അതിന്റെ ഗൗരവത്തിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഹദീസുകളാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു തുടർന്ന് പറയുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തൊരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി. ഒരാൾ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ നോമ്പ് നോറ്റിട്ട് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, ദേഷ്യം പിടിക്കുക, അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക, ഒരാളെ പറ്റി മോശം പറയുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോമ്പ് നോറ്റിട്ട് ഒരാൾക്ക് മാറ്റം വരുത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. നീ നോമ്പ് നോറ്റിട്ട് ഭക്ഷണം ഒഴിവാക്കുകയും പാനീയം ഒഴിവാക്കുകയും ചെയ്യുന്നതിൽ അല്ലാഹുവിൽ നിന്ന് യാതൊരു കൂടിയും നീ പ്രതീക്ഷിക്കേണ്ടതില്ല. അപ്പൊ ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പ് നോറ്റിട്ട് അയാൾ ആവശ്യമില്ലാത്ത വാക്കുകളും പ്രവർത്തനങ്ങളും ചെയ്യുകയാണെങ്കിൽ അയാൾ വെറുതെ പട്ടിണി കിടക്കുന്നു എന്നതല്ലാതെ നോമ്പ് കൊണ്ട് യാതൊരു പ്രയോജനവും അയാൾക്കില്ല എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത്. ഇമാം നവവി റളിയല്ലാഹു അൻഹു വീണ്ടും തുടരുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, റുബ്ബ സ്വായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ. എത്ര നോമ്പുകാരുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പിലാണവൻ. പക്ഷേ അവന്റെ നോമ്പ് കൊണ്ട് അവനക്ക് വെറും വിശപ്പ് മാത്രമേ ഉള്ളൂ. അത് അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പാകുന്നില്ല. അങ്ങനത്തെ എത്ര നോമ്പുകാരുണ്ട്. അള്ളാഹു നമ്മളെയൊക്കെ അതിൽ നിന്ന് കാക്കുമാറാകട്ടെ. വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഒരു നിസ്കാരം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് നിസ്കരിച്ച് തീർക്കാൻ പറ്റും. ഫർദാണെങ്കിലും കഴിയും, സുന്നത്താണെങ്കിലും കഴിയും, തറാവീഹ് ആണെങ്കിലും കഴിയൂല. പക്ഷെ ഒരു നോമ്പ് 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ കഴിയൂല. അത് ചുരുക്കാനും കൂട്ടാനും ആർക്കും കഴിയൂല. നിസ്കാരം നമ്മൾ രാവിലെ സുബഹി നിസ്കരിച്ചു, നമുക്ക് വലിയ സൂറത്ത് ഓതി സുബഹി നിസ്കരിക്കുക. 5 മിനിറ്റ് കൊണ്ടും 10 മിനിറ്റ് കൊണ്ടും 15 മിനിറ്റ് കൊണ്ടൊക്കെ സുബഹി നിസ്കരിക്കാൻ കഴിയും. വലിയ സൂറത്ത് ഓതിയാൽ ദീർഘമായി നിസ്കരിക്കാൻ കഴിയും. ഇനി ളുഹറാണെങ്കിലും അസ്റാണെങ്കിലും നമുക്ക് വലിയ സൂറത്ത് ഓതാം. ഇമാമ് നിൽക്കുന്ന ആളുകൾ മത്തുറുക്കായ പള്ളിയിൽ ഇമാമാണെങ്കിൽ അവർക്ക് ഇന്ന സൂറത്ത് ഓതാന്നൊരു പരിധിയുണ്ട്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വലിയ സൂറത്തൊക്കെ ഓതല്ലോ. അപ്പൊ ഓരോരുത്തർക്കും നിസ്കാരത്തിന് സമയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പക്ഷെ നോമ്പിന് എല്ലാവർക്കും ഒരേ സമയമാണ്. കൂട്ടാനും കുറയ്ക്കാനും കഴിയൂല. സുബഹി മുതൽ മഗ്രിബ് വരെ എല്ലാവർക്കും, എല്ലാ രാജ്യത്തുള്ളവർക്കും ഏത് കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. കൂട്ടാനും കുറയ്ക്കാനും കഴിയൂല. അത്രയും മണിക്കൂറുകൾ നമ്മൾ ഭക്ഷണം ഒന്നും കഴിക്കാതെ, പാനീയങ്ങൾ കഴിക്കാതെ
നമുക്ക് കഴിയുന്ന മാതിരി നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് നമ്മൾ സൂക്ഷിച്ച് ജീവിച്ചിട്ട് നമുക്ക് നാളെ നമ്മളെ നോമ്പ് കൊണ്ട് വെറും വിശപ്പ് മാത്രമാണ് കിട്ടിയത് എന്നറിയുമ്പം എത്ര പ്രയാസമുണ്ട്, എത്ര വിഷമുണ്ടാവും. അതൊക്കെ പോട്ടെ, പരിശുദ്ധ റമദാനിൽ എല്ലാ രാത്രിയിലും നോമ്പിന് നിയത്ത് വെക്കണം. അത് മഗ്രിബ് ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ നോമ്പിന് നിയത്ത് വെക്കാം. സുബൈ ബാങ്ക് കൊടുക്കുന്നതിനിടയിൽ എപ്പം വേണമെങ്കിലും നിനക്ക് നിയത്ത് വെക്കാം. നമ്മൾ എന്നും നോമ്പ് നോൽക്കുന്ന ആളാണ്, ചെറുപ്പത്തിലേ നോമ്പ് നോറ്റ് പോന്ന ആളുമാണ്. ഒരു ദിവസവും നമുക്ക് നോമ്പിന് നിയത്ത് വെക്കാൻ കഴിഞ്ഞില്ല. നിയത്ത് മറന്നു, ഉച്ചക്കേശക്കാ തോന്നുന്നത് നിയത്ത് വെച്ചിട്ടില്ലല്ലോ. ആ നോമ്പ് നഷ്ടപ്പെട്ടത് നമ്മുടെ ഒരു മറവി കൊണ്ടാണ്. എത്ര വിഷമുണ്ടാവും. റമദാൻ മാസത്തിലെ ഒരു 15ാമത്തെ നോമ്പാ നഷ്ടപ്പെട്ടതെന്ന് കൂട്ടിക്കോളി. ആ നോമ്പ് പിന്നെ ഖളാ വിട്ടണമെങ്കിൽ റമദാൻ കഴിയണ്ടേ? റമദാൻ കഴിഞ്ഞാൽ തന്നെ റമദാനിൽ ആ നോമ്പ് ഖളാ വിട്ടാൻ കഴിയൂലോ. റമദാൻ അല്ലാത്ത മാസമല്ലേ കഴിയാ. സ്ഥിരമായി നോമ്പ് നോൽക്കുന്ന ഒരാൾക്ക് എത്ര വിഷമുണ്ടാവും. മറന്നുപോയിട്ടാണെങ്കിലും എനിക്കൊരു നോമ്പ് പോയല്ലോ, ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടിയെടുക്കാൻ കഴിയും. എന്നാലും റമദാനിൽ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയല്ലോ, എന്റെ അശ്രദ്ധ കൊണ്ട്, ശ്രദ്ധക്കുറവ് കൊണ്ട് എന്നൊരാൾ അറിയുമ്പോൾ അയാൾക്ക് എത്ര പ്രയാസം ഉണ്ടാവും. അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണപാനീയങ്ങളൊക്കെ ഒഴിവാക്കി, ചൂടുള്ള കാലത്താണെങ്കിൽ അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ അനുഭവിച്ചിട്ട് നിന്റെ നോമ്പ് കൊണ്ട് വെറും പട്ടിണി മാത്രമായി പോയി, നോമ്പായിട്ടില്ല എന്ന് അള്ളാഹുവിന്റെ അടുക്കൽ എഴുതി വെച്ചിട്ടില്ല എന്നറിയുമ്പോൾ എത്ര പ്രയാസമുണ്ട്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, സുബൈ മുതൽ മഗ്രിബ് വരെ നമ്മൾ പട്ടിണി കിടക്കുകയാണ്. അള്ളാഹ് സ്വീകരിച്ചാ നോമ്പായി, അള്ളാഹ് സ്വീകരിച്ചിട്ടില്ലെങ്കിലോ അത് ജൂആണ്, വിശപ്പ് മാത്രമാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മശായിഖന്മാരൊക്കെ ഹക്ക് കൊണ്ട് കാക്കുമാറാകട്ടെ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വറുബ്ബ ഖായിമിൻ, എത്ര നിസ്കാരക്കാരുണ്ട്, ലൈസ ലഹു മിൻ ഖിയാമി ഇല്ല സഹർ, അവർ നിസ്കരിക്കുന്നതുകൊണ്ട് നിസ്കരിച്ച് കുറെ ക്ഷീണം ഉണ്ടാക്കുക എന്നല്ലാതെ ആ നിസ്കാരാകുന്നില്ല. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. നമ്മൾ കൂടുതൽ അമലൊന്നും ചെയ്യുന്നില്ല, കുറഞ്ഞ നിസ്കാരങ്ങളും കുറഞ്ഞ നോമ്പുകളും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന ഒരു സഹാബി ചോദിച്ച കഥ നമ്മളൊക്കെ കേട്ടതാണ്. മത്തസ്സഅതു യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ എപ്പോഴാണ് ഖിയാമത്ത് നാള്? അപ്പം ചോദിച്ചല്ലോ, ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് തയ്യാറ ചെയ്തത് എന്ന്. ആ സഹാബി പറഞ്ഞല്ലോ, എനിക്ക് ധാരാളം നോമ്പോ, ധാരാളം നിസ്കാരമോ, ധാരാളം സ്വതക്കയോ ഇല്ല, മറിച്ച് ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരു ഹദറത്തിൽ വെച്ചിട്ട് അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നു, റസൂലുള്ളാഹി തങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാൾ പറയണമെങ്കിൽ അദ്ദേഹത്തിന് എത്ര വലിയ ഈമാൻ ഉണ്ടാവും, എത്ര മഹബത്ത് ഉണ്ടാവും. ഇപ്പൊ ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ, നീ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അവരോട് കൂടെയാണ് നീ. ഈ വാക്ക് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഹബീബായ തങ്ങളെ കൂടെ 10 വർഷം ഖിദ്മത്തിലായി ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ച അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്ന സഹാബി അവിടെ ഉണ്ട്. ആ സഹാബി പറയാണ്, എനിക്ക് വല്ലാത്ത സന്തോഷം ഇത് കേട്ടപ്പോ. കാരണം ഞാൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് കൂടുതൽ നിസ്കാരം നോമ്പൊന്നും ഇല്ലെങ്കിലും ഞാൻ അവരെ പ്രിയം വെച്ചതുകൊണ്ട് അവരോടൊപ്പം ഞാൻ ആകുമല്ലോ എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായി. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം, മശായിഖന്മാരോടൊപ്പം, നമ്മുടെ പ്രത്യേക മാണിക്കക്കല്ലുകളായ നമ്മുടെ മശായിഖന്മാരോടൊപ്പം അള്ളാഹു നമ്മെ എല്ലാവരെയും ഷെയ്ഖുൽ മശായിഖ് ഖുതുബുൽ ആലം സയ്യിദന മടവൂർ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളെ ആ വലിയ വസീലയിൽ, ആ വലിയ അള്ളമത്ത് കൊണ്ട് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കാരണം നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ നോമ്പുകളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ റമദാൻ മാസത്തിൽ പല പള്ളിയിലെയും തറാവി നിസ്കാരങ്ങൾ എങ്ങനെയാണ്? സാധാരണ ഫർദ് നിസ്കാരം, സുന്നത്ത് നിസ്കാരം നോക്കുകയാണെങ്കിൽ ഫർദ് നിസ്കാരങ്ങളെ പോലെ തന്നെയാണ് സുന്നത്ത് നിസ്കരിക്കേണ്ടത്. പേര് സുന്നത്ത് എന്നേ ഉള്ളൂ. ഫർദ് നിസ്കരിക്കുമ്പോൾ അതിൽ നമ്മൾ ദുആഉൽ ഇഫ്തിതാഹ്, വജ്ജത്ത് നമ്മൾ ഓതൽ സുന്നത്തുണ്ട്. അത് സുന്നത്തിലും വേണം, സൂറത്ത് ഫർദിലും വേണം, സുന്നത്തിലും വേണം. അത്തഹിയാത്ത് കഴിഞ്ഞ് ഹബീബാ തങ്ങളെ മേലുള്ള സ്വലാത്ത് ഇന്നക ഹമീദും മജീദ് കഴിഞ്ഞ്
മസീഹ് ദജ്ജാൽ വരെ സുന്നത്തിലും പോകണം. തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ ഈ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിനൊക്കെ അള്ള ബുദ്ധി കൊടുത്താൽ ചിലപ്പം ബസ് തന്നെ പറയും ഞാൻ പോലും ഇത്ര സ്പീഡിൽ പോകാറില്ല. ആ സ്പീഡിലാണ് ചില ഇമാമുകളെ തറാവി നിസ്കാരം. നമുക്ക് പേരിന് നിസ്കരിക്കണം, പേരിന് നോമ്പ് വിൽക്കണം, പേരിന് നോമ്പ് തുറ നടത്തണം. നമുക്കത്ര ഈമാനുള്ളൂ. നമുക്കൊക്കെയാണ് ഏറ്റവും വലിയ കാവല് വേണ്ടത്. നമുക്കൊക്കെയാണ് ഔലിയാക്കളുടെയും മശായിഖന്മാരുടെയും വലിയ മദത് വേണ്ടത്. കാരണം ഹബീബ തങ്ങൾ പറഞ്ഞല്ലോ, എത്ര നോമ്പുകാരുണ്ട്, അവർക്ക് വെറും പട്ടിണി മാത്രമേ ഉള്ളൂ, നോമ്പില്ല. എത്ര നിസ്കാരക്കാരുണ്ട്, അവർ നിസ്കരിച്ച് കുറെ കുഴക്കും ക്ഷീണവും മാത്രമേ അവർക്കുള്ളൂ, നിസ്കാരമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ നോമ്പിന്റെ ഒക്കെ കാതലായ വശം ഇത്തരം ഗീബത്ത്, നമീമത്ത്, ചീത്ത, ഏഷണി, ഭീഷണി, വേണ്ടാത്ത വിചാരങ്ങൾ, അതിൽ നിന്നൊക്കെ ഒരു കാവല് നമ്മുടെ ശരീരത്തിന് നമ്മൾ ഉണ്ടാക്കി തീർക്കുക എന്നതാണ് നോമ്പ് കൊണ്ടുള്ള പ്രധാന ലക്ഷ്യമെന്നാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, വലാ യഖ്തബ് ബഅദുകും ബഅദാ അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ ഫകരിഹ്തുമൂഹു വത്തഖുല്ലാഹ് ഇന്നല്ലാഹ തവ്വാബുർ റഹീം. ഈ ആയത്തുകളൊക്കെ ഓതുമ്പോൾ പേടി തന്നെ. അല്ലാഹു പറയാണ്, വലാ യഖ്തബ് ബഅദുകും ബഅദാ, നിങ്ങൾ ഗീബത്ത് പറയരുത്. സൂറത്തുൽ ഹുജറാത്തിലെ 12-ാമത്തെ ആയത്താണ്. അല്ലാഹു ചോദിക്കുകയാണ്, അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈതൻ, നിങ്ങളെ സഹോദരന്റെ ആ മയ്യത്തിന്റെ മാംസം നിങ്ങൾ ഭക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുമോ? നിങ്ങളത് വെറുക്കുന്നവരാണ്. അതുപോലെയാണ് നിങ്ങൾ ഒരാളെ ഗീബത്ത് പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവന്റെ മാംസമാണ് നിങ്ങൾ തിന്നുന്നത് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതുകൊണ്ട് വത്തഖുല്ലാഹ, ഗീബത്ത് എന്ന് പ്രത്യേകം സൂക്ഷിക്കണേ. ഇന്നല്ലാഹ തവ്വാബുർ റഹീം, പറഞ്ഞതിൽ മടക്കം വേണം. അള്ളാഹു ധാരാളം തൗബകൾ സ്വീകരിക്കുന്നവനും ധാരാളം നന്മകൾ അടിമകൾക്ക് ചെയ്യുന്നവനുമാണ്. അതുകൊണ്ട് നല്ലവാനാവാൻ ഉദ്ദേശിച്ചവർക്കൊക്കെ നല്ല വഴികൾ അള്ളാഹ് തുറന്നു കൊടുക്കുന്നുണ്ട്. കെട്ടവനാകാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവൻ ഇവിടെ വേറെ വഴികളും ഉണ്ട്. അപ്പൊ സൂറത്തുൽ ഹുജറാത്തിലെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇസ്മായിൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ റൂഹുൽ ബയാനിൽ പറയാണ്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന. ഗീബത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഒരു സഹോദരനിൽ, ഒരു മുഅ്മിനായ മനുഷ്യനിൽ, അയാൾ പുറത്തു പറയാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയലാണ്. ഇപ്പോൾ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിനെ മുഹീദ്ദീനുൻ നവവി എന്ന് പറയാറുണ്ട്. നവവി ഇമാമൻ എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ മുഹീദ്ദീൻ എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, മുഹീദ്ദീൻ എന്ന് എന്നെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ലെന്ന് നവവി ഇമാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇമാമുകൾ ചർച്ച ചെയ്യുന്നുണ്ട്, ഒരാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയലാണല്ലോ ഗീബത്ത്. ഇപ്പൊ നവവി ഇമാം തന്നെ പറഞ്ഞിക്കല്ലോ, എന്നെ മുഹീദ്ദീൻ എന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയരുത്, അത് ഗീബത്ത് ആവൂലേ? അപ്പൊ ഒരു മദ്ഹിന്റെ വാക്കാണത്, അത് പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യനും രണ്ടാം നവവി എന്ന പേരിൽ അറിയപ്പെട്ട ആളുമായ ഇമാം അലാഉദ്ദീൻ ബിൻ അത്താ റളിയല്ലാഹു അൻഹു തന്റെ ഉസ്താദായ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എഴുതിയൊരു കിതാബാണ് തുഹ്ഫത്തുത് ത്വാലിബീൻ ഫീ തർജുമത്തിൽ ഇമാം നവവി മുഹയ്യിദ്ദീൻ. കിതാബിന്റെ പേര് മുഹയ്യിദ്ദീൻ. ഒരാൾക്ക് ഇഷ്ടമല്ലാതെ അയാൾ വെറുക്കുന്ന കാര്യം ഉണ്ടാവും, അത് മദ്ഹിപ്പെട്ടതല്ല. അങ്ങനത്തെ കാര്യങ്ങൾ പറയലാണ് ഗീബത്ത്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ മൊത്തത്തിൽ ഗീബത്ത് തന്നെ എല്ലാവരും പറയുന്നത്. ആ ഗീബത്തിൽ നിന്ന് നോമ്പുകാരൻ ഗീബത്ത് ഒഴിവാക്കിയിട്ട് നോമ്പിനെ സംരക്ഷിക്കണം. അതാണ് നോമ്പിന്റെ പ്രധാനപ്പെട്ട മഖ്സൂദ് എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒരാളിൽ ഉള്ള കാര്യമാണ് ഗീബത്ത്, ഇല്ലാത്തത് അയാളെ പറ്റി കളവ് പറയലാണ്. അപ്പൊ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാവിനെ സൂക്ഷിക്കുക എന്ന ഈ ഗീബത്തിന്റെ ഗൗരവം പറയാണ്, അൽ ഗീബത്തു അശദ്ദു മിനസ് സിന. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അത് വ്യഭിചാരത്തെക്കാട്ടിലും ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഖാലു വകൈഫ, സ്വഹാബികൾ ചോദിച്ചു, അതെങ്ങനെ? സിന എന്ന് പറഞ്ഞാൽ വ്യഭിചാരാണ്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് ഒരാളിൽ ഉള്ള കാര്യം പറയാണ്. അപ്പോൾ സിനയെക്കാട്ടിലും ഗീബത്തിന് ഇത്ര ഗൗരവം ഉണ്ടാവുന്നത് എങ്ങനെയാണെന്ന്
മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബികൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പറയാണ് ഇന്നർ റജുല യസ്നി തുമ്മ യതൂബു, ഒരാളെ വ്യഭിചരിച്ച് അയാൾ പിന്നീട് തൗബ ചെയ്തു, എന്നാൽ ഫയതൂബ അല്ലാഹു അലൈഹി, അയാളെ തൗബ അല്ലാഹു സ്വീകരിക്കും. അത് അയാളും അള്ളയുമായിട്ടുള്ള ബന്ധത്തിൽപ്പെട്ടതാണത്. അയാൾക്ക് അള്ളാഹുവിനോട് പറഞ്ഞാൽ മതി, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഖേദണ്ട്, ഇനി ഒരിക്കലും ഞാൻ പോവില്ല, മാപ്പാക്കണം എന്നയാൾ താണു വീണ് പറഞ്ഞാൽ അയാളെ തൗബ സ്വീകരിക്കാൻ അവിടെ മാർഗങ്ങളുണ്ട്. എന്നാലോ വഇന്ന സ്വാഹിബൽ ഗൈബത്തി ലാ യഗ്ഫിറു ലഹു ഹത്താ യഗ്ഫിറ ലഹു സ്വാഹിബുഹു കമാ ഫീ കശ്ഫിൽ അസ്റാർ. ഇമാം ഇസ്മാഈൽ ബറൂസവി തങ്ങൾ പറയാണ്, ഒരാളെ പറ്റി ഗീബത്ത് പറഞ്ഞാൽ നമ്മൾ അള്ളാഹിനോട് പൊറുക്കല്ലേ എന്ന് പറഞ്ഞാൽ അത് കഴിച്ചിലാവൂല. ആരെ പറ്റിയാണോ ഗീബത്ത് പറഞ്ഞത് അവനോടത് പൊരുത്തപ്പെടിപ്പിക്കണം, അവൻ പുറത്തു തരണം. അവിടെ അള്ളയും നമ്മളും മാത്രല്ല ഉള്ളത്. നമ്മൾ ആരെ പറ്റിയാണോ ഗീബത്ത് പറയുന്നത്, ആരെ പറ്റിയാണോ ഗീബത്ത് പറഞ്ഞത്, അവനും ഇതിന്റെ ഇടയിലുണ്ട്. സിന ചെയ്തവന്റെ ഇടയിൽ അവനും അള്ളയും ഉള്ളൂ. അങ്ങനെ രണ്ട് വ്യത്യാസം ഇതിന് കിടക്കുന്നുണ്ട്. ഗൗരവം കൂടുതലാണ്. നമ്മളെന്തെങ്കിലും ഹറാം ചെയ്താൽ അത് നമ്മളും അള്ളയും ബന്ധപ്പെട്ടതാണെങ്കിൽ അള്ളാഹിനോട് നമുക്ക് പറഞ്ഞാൽ മതി. വേറെ ആള് കേറി വരുന്ന ഒരു മഹാപാപമാണ് ഗീബത്ത് എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇമാം ഇസ്മായിൽ ബറൂസവി റഹിമഹുല്ലാഹ് തഫ്സീർ റൂഹുൽ ബയാനിൽ തന്നെ വലാ യഖ്തബ് ബഅ്ദുകും ബഅ്ദ എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് വീണ്ടും പറയാണ്, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ൽ നിവേദനം. ഈ അനസ് എന്ന സ്വഹാബി നമ്മൾ ഇപ്പം പറഞ്ഞല്ലോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ തങ്ങൾ പറയാണ്, ഞാൻ മിഅ്റാജിന് പോയപ്പോൾ മറർതു ബിഖൗമിൻ, ഞാൻ ഒരു കൂട്ടം ആളുകളുടെ അടുക്കലൂടെ നടന്നുപോയി. ലഹും അൽഫാറും മിൻ നുഹാസ്, അവർക്ക് ചെമ്പിനാലുള്ള വലിയ നഖങ്ങളുണ്ട്. യഹ്മുസൂന വുജൂഹവും വസുദൂറഹും, അവരാ നഖങ്ങൾ ഉപയോഗിച്ച് അവരെ മുഖവും നെഞ്ചും മാന്തി പറിക്കുന്ന ഒരു ഭീകര കാഴ്ചയാണ് ഞാൻ കണ്ടത്. വല്ലാത്തൊരു കാഴ്ച തന്നെയാണല്ലോ. ഒരാളെ നഖ അല്പം നീണ്ടുക, ആ നഖം കൊണ്ട് ഒരാൾ മുഖങ്ങനെ മാന്തുന്ന കണ്ടാൽ തന്നെ ഒരു ഭീകര കാഴ്ചയാണത്. ഇത് ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് ഒരാൾ മുഖവും നെഞ്ചൊക്കെ മാന്തുമ്പോൾ അതിങ്ങ് പോരല്ലോ. ഒരു വല്ലാത്തൊരു കാഴ്ചയാണ്, കണ്ടു നിൽക്കാൻ കഴിയൂല. ഫഖുൽതു മൻ ഹഉലാഇ യാ ജിബ്രീൽ, ഞാൻ ചോദിച്ചു, ജിബ്രീലേ ഏതാ ഈ കൂട്ടര്, ഇവർക്ക് എന്തു പറ്റി, ഇവരെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹുമുൽ ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫീ അറാദിഹിം. അവരാരാന്നറിയോ? ജനങ്ങളുടെ മാംസങ്ങൾ ഭക്ഷിക്കുന്നവരാണവർ. ഒരു മുഅ്മിനായ മനുഷ്യന് യാതൊരു വിലയും കൊടുക്കാതെ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവനാണവർ. ഗീബത്ത് പറയുന്നവരാണ്. ഒരു മനുഷ്യന്റെ മൂല്യത്തിന് ഇസ്ലാം കൽപ്പിച്ചൊരു വിലയുണ്ട്, അതുപോലും വകവെച്ചു കൊടുക്കാത്തവരാണ്. അവർക്ക് കഠിന ശിക്ഷയാണ്. ആ കാഴ്ചയുടെ നേർചിത്രങ്ങളായിരുന്നു മിഅ്റാജിന്റെ യാത്രയിൽ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഗീബത്ത് പറയുന്നവനെ സംബന്ധിച്ചാണ്. എന്നാൽ ഇസ്മായിൽ ബറൂസവി തങ്ങൾ പറയാണ്, അന്ന മുസ്തമിഅൽ ഗീബ തഖാഇലിഹാ, ഗീബത്ത് പറയുന്നവൻ മാത്രമല്ല, ഒരാൾ ഗീബത്ത് പറയുമ്പോൾ ഒരാൾ ഇങ്ങനെ രസിച്ച് ആനന്ദിച്ച് കേൾക്കുകയാണ്. എന്നാൽ അതും കഖാഇലിഹാ, പറഞ്ഞവനെ പോലെ തന്നെയാണ് കുറ്റം. ഫവജബ അലാ മൻ സമിഅഹാ അൻ യറുദ്ദഹാ, അതുകൊണ്ട് ഒരാളെ കുറിച്ച് ഗീബത്ത് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ അതിനെ തടയണം, അല്ലെങ്കിൽ എഴുന്നേറ്റ് പോകണം. കാരണം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ റദ്ദ അർദ അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹി അന്നാർ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനത്തെ ഒരാൾ അപമാനിക്കുന്നത് കണ്ടാൽ കേട്ടാൽ അതിന് നീ തടയിടുകയാണെങ്കിൽ അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്നെ രക്ഷപ്പെടുത്തുന്നതാണ്. കാരണം ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരാൾ ഗീബത്ത് പറഞ്ഞ് അപമാനിക്കുന്നതിൽ നിന്ന് നീ തടഞ്ഞാൽ അല്ലാഹ് നിന്നെ നരകത്തിൽ നിന്ന് തടയുമെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രയുണ്ട്. ഒരു ഗീബത്ത് കേൾക്കാതിരിക്കുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന ഒരു വലിയ പാരിതോഷികം നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാ. അല്ലാഹ് പോലും വെറുത്ത, അമ്പിയാക്കൾ വെറുത്ത, സർവ്വ മുഅ്മിനീങ്ങളും വെറുത്ത ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ഗീബത്ത് എന്നത്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
അൽ മുഗ്താബു വൽ മുസ്തമിഉ ശരീക്കാനി ഫിൽ ഇസ്മി. ഗീബത്ത് പറയുന്ന ആളും അത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ആൾക്കാരും കുറ്റത്തിൽ കണക്കന്നെ. അവൻ പറഞ്ഞു വിചാരിച്ച് നമ്മളത് കേട്ടു കൊടുക്കണ്ടല്ലോ, അപ്പോഴും പറഞ്ഞ സ്ഥാനം തന്നെയാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയോ മൈമൂൻ റളിയല്ലാഹു അൻഹു എന്നൊരു മഹാനുണ്ടായി. ആ മഹാനൊരിക്കൽ രാത്രി ഉറങ്ങുമ്പോൾ ഒരു മരിച്ച മയ്യത്തിന്റെ ശരീരം അവരെ മുമ്പിൽ ഇട്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, തിന്നു, നിങ്ങൾ ഈ മനുഷ്യന്റെ മാംസം തിന്നു. അപ്പോൾ മൈമൂൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ ഞാൻ തിന്നുന്നത്? നിങ്ങൾ ഇയാളെ ഗീബത്ത് പറഞ്ഞിട്ടില്ലേ? ഞാൻ ആ മനുഷ്യനെ ഗീബത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അയാളെ ഗീബത്ത് പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടിട്ടില്ലേ? നിങ്ങളത് തൃപ്തിപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ട് ഗീബത്ത് പറഞ്ഞവന്റെ അതേ വിധിയാണ് നിങ്ങൾക്കുള്ളത്. ചരിത്രത്തിൽ കാണാം, മൈമൂൻ റളിയല്ലാഹു അൻഹു ആ സ്വപ്നത്തിന് ശേഷം പിന്നീട് ഒരു മനുഷ്യനെയും ഗീബത്ത് പറഞ്ഞിട്ടില്ല, ഒരാളെ ഗീബത്ത് പിന്നീട് കേട്ടിട്ടുമില്ല. ആരെങ്കിലും മഹാനവറുകളുടെ സന്നിധിയിൽ വെച്ച് ഏതെങ്കിലും ആളുടെ ഗീബത്ത് പറയുകയാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകും, അല്ലെങ്കിൽ ഇത് തടയും. ഇമാം അതാ റളിയല്ലാഹു അൻഹു തദ്കിറത്തുൽ ഔലിയ എന്ന കിതാബുണ്ട്. ഒരുപാട് ഔലിയാക്കളുടെ ചരിത്രം പറയുന്ന കിതാബാണ്. അതിൽ സയ്യിദു ത്വായിഫ അൽ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കാണാം. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഷൂനുസിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പം അവിടുത്തെ പള്ളിയിൽ ഒരു മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ ഞാനും പള്ളിയിൽ കയറി മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി. മയ്യത്ത് കൊണ്ടുവന്നിട്ടില്ല, മയ്യത്ത് കൊണ്ടുവരാൻ പോവുകയാണ്. മയ്യത്തുമ്പോൾ പള്ളിയിലേക്ക് എത്തും. പള്ളിയിലൊക്കെ ആൾക്കാരുണ്ട്. അങ്ങനെയാണല്ലോ മയ്യത്തൊക്കെ പള്ളിയിൽ കൊണ്ടുവരുന്ന സമയത്ത് ആൾക്കാർ കുറച്ചു മുമ്പേ നേരത്തെ ചില ആൾക്കാർ പള്ളിയിൽ എത്തി തരും, കുറച്ച് ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ മയ്യത്തിന്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ആ സമയത്ത് ആളുകളോടൊക്കെ ഇങ്ങനെ യാചിക്കുന്നു പള്ളിയിൽ നിന്ന്. ഞാൻ മനസ്സിൽ കരുതി, ഇയാളെന്തൊരു മനുഷ്യനാണ്, ഇയാൾക്ക് ആരോഗ്യം ഉണ്ടല്ലോ, ജോലിയെടുത്ത് ജീവിച്ചൂടെ, തിന്ന് ജീവിച്ചൂടെ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. രാത്രിയായി. സാധാരണ ഞാൻ എടുക്കുന്ന ഔറാദുകളുണ്ട്, അതെടുക്കാൻ കഴിയുന്നില്ല. എനിക്ക് വല്ലാത്ത ക്ഷീണം വന്നു, ഒരു ഉഷാറില്ല, ഒന്നിനും കഴിയുന്നില്ല. അപ്പൊ ഞാൻ എല്ലാ പരിപാടിയും ഒഴിവാക്കി കടന്നുറങ്ങാൻ തീരുമാനിച്ചു. ഒന്നിനൊരു മൂഡ് കിട്ടുന്നില്ല. എന്താ കാരണം എന്ന് അറിയുന്നില്ല. കിടന്നുറങ്ങിയപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് കണ്ട ആ മനുഷ്യന്റെ മയ്യത്തതാ ഒരു മേശപ്പുറത്ത് എന്റെ മുമ്പിൽ കൊണ്ടിങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, തിന്നോ എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ ഗീബത്ത് പറഞ്ഞില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഗീബത്ത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് മനസ്സിൽ വിചാരിച്ചിട്ടില്ലായിരുന്നോ ഇന്നാലിന്ന കാര്യങ്ങൾ? അത് ഗീബത്താണ്. മാഷാ അല്ലാഹ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ നിന്ന് ഉണർന്നു. ഗൗരവമുള്ള വിഷയമാണ്. നമുക്ക് ഈ ഔറാദുകളോ റിയാദുകളൊന്നും നമുക്ക് എന്താണെന്ന് അറിയില്ല, നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. മശായിഖന്മാരെ താരീഖിൽ ഔറാദുകളുണ്ട്, റിയാദുകളൊക്കെ ഉണ്ട്. അത് അല്ലാഹുവിൽ നിന്ന് അവർക്ക് പ്രത്യേകം കിട്ടുന്ന നിർദ്ദേശങ്ങളാണ്. അതിനനുസരിച്ചാണ് അവർ ചെയ്യുക. അത് അവർക്കേ അറിയും, നമുക്കത് അറിയൂല. അതുകൊണ്ട് ഔറാദിനൊക്കെ ഇവിടെ ഭംഗം വരികയാണല്ലോ. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെയും തെരഞ്ഞു നടക്കാൻ തുടങ്ങി. പൊരുത്തപിടിക്കണം. നേരത്തെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അൽ ഗീബത്തു അശദ്ദു മിനസ് സിനാ. ഗീബത്ത് വ്യഭിചാരത്തെക്കാട്ടിലും വളരെ ഗൗരവമുള്ളതാണ് എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കാരണം ഗീബത്ത് നമ്മൾ ആരെ പറ്റിയാണോ പറയുന്നത് അയാളെ കൂടിയും പൊരുത്തപ്പിടിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ഈ മനുഷ്യനെ തേടി അന്വേഷിച്ചു. ഇങ്ങനെ നടന്ന് എവിടേക്കോ അന്വേഷിച്ച് ഒടുവിൽ ഈ മനുഷ്യനെ കണ്ടുമുട്ടിയപ്പോൾ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പൊരുത്തപ്പിടിക്കാൻ വേണ്ടി അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ പള്ളിയിൽ നിന്ന് യാചിച്ച ആ വ്യക്തി വിളിച്ചു പറയാണ്, ജുനൈദ്, ഇനി ഇതിങ്ങനെ ഉണ്ടാവാൻ പാടില്ല, പോയിക്കോളൂ. ഇതുവരെയുള്ളൊക്കെ ഞാൻ പുറത്തു വന്ന്. എന്ത് മനസ്സിലായി? പള്ളിയിൽ നിന്ന് കണ്ട ആ മനുഷ്യൻ സാധാരണക്കാരനല്ല, അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു മഹാനായിരുന്നു. അതല്ലേ അങ്ങോട്ട് ചെന്നപ്പോ തന്നെ പേര് വിളിച്ചു പറയുന്നത്, ജുനൈദ് പോയിക്കോളൂ,
ഇനി ഉണ്ടാവാൻ പാടില്ല, നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടു തന്നിട്ടുണ്ട്. ഗീബത്ത് എന്ന് പറഞ്ഞാല് ഇത് ചിലരെ പറ്റി ഗീബത്ത് അറിയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ചിലരെ പറ്റി ഗീബത്ത് അറിയൽ ഹറാമേ അല്ല, ഹലാലാണ്. ചില ആൾക്കാരെ പറ്റി ഗീബത്ത് പറയൽ സുന്നത്താണ്, ചിലരെ പറ്റി ഗീബത്ത് അറിയൽ നിർബന്ധമാണ്. അങ്ങനൊക്കെ ഒരുപാട് ഫിഖിന്റെ മസലകളുണ്ട്. ഇൻഷാ അല്ലാഹ് ശേഷം നമുക്കത് പറയാം. പക്ഷേ ഗീബത്തിന്റെ ഒരു കാതലായ വശം മുഅ്മിനീങ്ങളെ കുറിച്ച് നമ്മളൊന്നും പറയരുത് എന്ന്. കാരണം നമുക്ക് ഈ ഔലിയാക്കളെയും മശായിഖന്മാരെയും അറിയില്ല. അവരെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിൽ വിചാരിച്ചു പോയാൽ തന്നെ അതിന്റെ ശിക്ഷ വളരെ ഗൗരവമാണ്. സയ്യിദു ത്വായിഫ, സൂഫിയാക്കളെ നേതാവ് എന്ന പേരിൽ മശായിഖന്മാരെ ലോകത്ത് അറിയപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ, ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ പോലും പള്ളിയിൽ വെച്ച് ഇയാളെ കണ്ടപ്പോൾ അവർക്ക് പോലും ഇത് വലിയാണെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്താണ്? അതാണ് ഇമാം ഷെഹ്റാനി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞല്ലോ, ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു വലിയനെ വലിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ തന്നെ ഔലിയാക്കൾക്കേ കഴിയുന്ന, അല്ലാണ്ട് ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലി എന്ന് പറഞ്ഞാൽ ഔലിയാക്കൾക്കേ ഔലിയാക്കളെ മനസ്സിലാക്കാൻ കഴിയുമെന്നല്ല. എല്ലാ ഔലിയാക്കൾക്കും എല്ലാ ഔലിയാക്കളെ മനസ്സിലാക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. ഇവിടെ ജുനൈദുൽ ബഗ്ദാദി തങ്ങൾക്ക് തന്നെ ഷൂനിസിയ മസ്ജിദിൽ നിന്ന് ഇദ്ദേഹം ഈ മഹാൻ വലിയാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ ചിന്തിക്കൂലോ. എങ്ങനെ എല്ലാ ഔലിയാക്കൾക്കും ഔലിയാക്കളെ മനസ്സിലാക്കാൻ കഴിയില്ല. ഒരാൾ വലിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ അത് ഔലിയാക്കൾക്കേ കഴിയൂ, അല്ലാണ്ട് പണ്ഡിതന്മാർക്ക് ഔലിയാക്കൾ മനസ്സിലാക്കാൻ കഴിയൂല. ഒരു പണ്ഡിതനോട് ഔലിയാക്കൾ പറഞ്ഞു കൊടുക്കണം ഇന്നാൾ വലിയാണെന്ന്. ഇവിടെ ഖുതുബുൽ ആലം ശൈഖുന മടവൂർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് തങ്ങൾ വലിയാണെന്ന് ശംസുൽ ഉലമാ ഉസ്താദാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്. അതിനെ റദ്ദ് ചെയ്യാൻ ഒരാൾക്കും കഴിഞ്ഞിട്ടില്ല. പണ്ഡിതന്മാർക്ക് ഔലിയാക്കൾക്ക് ഔലിയാക്കളെ മനസ്സിലാക്കാൻ ഔലിയാക്കൾക്കേ കഴിയൂ. അത് പണ്ഡിതന്മാർ കേട്ടാൽ അത് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. അല്ലാണ്ട് എല്ലാ ഔലിയാക്കളെയും എല്ലാ ഔലിയാക്കൾക്കും മനസ്സിലാക്കാൻ കഴിയൂല. ഔലിയാക്കളെ മനസ്സിലാക്കാൻ കഴിയുകയാണെങ്കിൽ ഔലിയാക്കൾക്കേ കഴിയൂ, മറ്റുള്ളവർക്ക് അത് കഴിയൂല. അതുകൊണ്ട് നമുക്ക് ആരെയും മനസ്സിലാക്കാൻ കഴിയൂല. അതുകൊണ്ട് നമ്മൾ ഗീബത്ത് പറയുന്നത് അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരാളെ പറ്റിയാണെങ്കിൽ അതിന്റെ ഗൗരവം ചെറുതല്ല. അതുകൊണ്ട് തന്നെയാണ് ഗീബത്തിന്റെ കാര്യത്തിൽ ഖുർആനിലും ഹദീസിലും ഒക്കെ വളരെ ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മൾ വീണ്ടും ഈ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, ഏത് വലാ യഗ്തബ് ബഅ്ലുകും ബഅ്ളാ, നിങ്ങൾ ഗീബത്ത് പറയരുത്. അത് നിങ്ങളുടെ സഹോദരന്റെ പച്ച മാംസം, നിങ്ങൾ സഹോദരന്റെ മാംസം ഭക്ഷിക്കലാണ് എന്ന് ഖുർആൻ പറഞ്ഞ ഈ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഇമാം അഹ്മദ് ബിൻ അജീബ റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറായ അൽ ബഹറുൽ മദീദിൽ പറയുകയാണ്, ഗീബത്ത് എന്ന് പറഞ്ഞാൽ അദ്ദിക്റു ബിൽ ഐബി ഫി ലഹ്റിൽ ഗൈബി, ഒരാളുടെ മോശത്തരം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ നീ പരസ്യമായി പറയലാണ്. സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അനിൽ ഗൈബ, ഗൈബത്തിനെ സംബന്ധിച്ച് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചിരുന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദിക്റുക അഖാക ബിമാ യക്റഹു, നീ നിന്റെ സഹോദരനെ പറ്റി അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറയലാണ്. ഫൈൻ കാന ഫീഹി, അയാളിൽ ഉള്ളൊരു കാര്യമാണ് നീ പറയുന്നതെങ്കിൽ അത് ഗീബത്താണ്. വൈലം യകുൻ ഫീഹി, ഒരാളിൽ ഇല്ലാത്ത കാര്യമാണ് നീ പറയുന്നെങ്കിൽ നീ കളവ് പറയാണ്. ചിലവർ ഗീബത്ത് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയെന്ന് അറിയാമോ? ഒരാളെ പറ്റി നമ്മൾ ഇല്ലാത്തത് പറയലാന്ന്. ഇല്ലാത്തത് പറയൽ കളവാണ്. ഒരാളിൽ ഉള്ള കാര്യം തന്നെ അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയലാണ്. ഇതാ ഇമാം ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു ശേഷം ഹദീസ് കൊണ്ടുവരികയാണ്. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, ഖാമ റജുലുൻ മിൻ ഇൻദി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറഉ ഫീ ഖിയാമിഹി അജ്സാ, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളൊക്കെ ഉള്ള ഒരു മജ്ലിസിൽ വെച്ച് ഒരാൾ എഴുന്നേറ്റപ്പം സാധാരണ എല്ലാവരും എഴുന്നേൽക്കുന്ന മാതിരി അത്ര ഉഷാറില്ല. മൂപ്പർക്ക് എന്താ ചില കുഴപ്പമുണ്ടാവും. അംഗവൈകല്യമുള്ള ആൾക്കാർ എഴുന്നേൽക്കുകയാണെങ്കിൽ ആ ഒരു വൈകല്യം അനുസരിച്ചാണല്ലോ എഴുന്നേൽക്കുക.
ശരീരത്തിന് പ്രയാസമുള്ള ആളുകൾ, രോഗമുള്ള ആൾക്കാർ എഴുന്നേൽക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിലാണല്ലോ എഴുന്നേൽക്കുക. ആരോഗ്യവാൻ ഒരാൾ എഴുന്നേൽക്കുമ്പോൾ അയാൾക്ക് ആരോഗ്യമുള്ള അവസ്ഥയിൽ എഴുന്നേൽക്കും. ഇദ്ദേഹത്തിന് എന്തോ എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ എന്തോ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ സഹാബത്ത് എന്താണ് പറയാണ്, യാ റസൂലല്ലാഹ് മാ അജ്സ് ഫുലാന, അയാളെ ആ എഴുന്നേൽക്കൽ ഒരു ഉഷാറ് കുറവുണ്ടായിരുന്നു. അതിനെപ്പറ്റി ഉഷാറ് കുറവുള്ള സൂചിപ്പിച്ചുകൊണ്ട് സഹാബികൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ ഹബീബ തങ്ങൾ പറയാണ്, അക്കൽതും ലഹ്മ അഖീകും, നിങ്ങളെ സഹോദരന്റെ മാംസം ഭക്ഷിക്കുകയാണോ? നിങ്ങൾ അവനെ കുറിച്ച് ഗീബത്ത് പറയുകയാണോ? ഹബീബ തങ്ങൾ ചോദിച്ചു. അപ്പോൾ നമ്മൾ മെലിഞ്ഞൊരാളെ പരിഹസിക്കുകയാണെങ്കിൽ അതയാളെ ഗീബത്ത് തന്നെയാണ്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു വെളിയങ്കോട് ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. മഹാനവറുകൾ സ്ഥലത്ത് വന്നപ്പോൾ മഹാനവറുകളുടെ ആഹാര രീതിയെ സംബന്ധിച്ച് ചിലരെന്തൊക്കെയോ പറയാൻ തുടങ്ങി. അവര് കാഴ്ചയിൽ ഉമർ ഖാദി തങ്ങളെ കണ്ടപ്പോൾ അത്ര ഉഷാറ് തോന്നിയില്ല. ഇപ്പൊ നിറത്തിലോ അല്ലെങ്കിൽ തടിയിലൊക്കെ അല്ലെങ്കിൽ മെലിഞ്ഞിട്ടോ എന്തോ രൂപത്തിലായിരിക്കാം കണ്ടത്. അപ്പൊ അവരതിനെ പറ്റി എന്തോ അല്പം ദൂരെ നിന്ന് പറയാണ്. ഖാദിയർ അത് കേട്ടിട്ടില്ല. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു അങ്ങോട്ട് വന്നിട്ട് തന്റെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ഈ കത്തി എടുത്തിട്ട് കാട്ടി കൊടുത്തിട്ട് പറഞ്ഞു, ഈ കത്തിക്ക് മൂർച്ചയില്ലെങ്കിൽ ആരെ കുഴപ്പ? അപ്പൊ അവരുടെ ഉണ്ടാക്കിയ ആളെ കുഴപ്പാണ്. അപ്പൊ എന്റെ ആകാര രീതിയിൽ കുഴപ്പമുള്ളത് നിങ്ങൾ കുഴപ്പം പറയുമ്പോൾ അത് എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനെ പറയലല്ലേ എന്ന് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബാക്കി നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞത് നോമ്പുകാരൻ അവന്റെ നോമ്പിനെ സൂക്ഷിക്കണം, നോമ്പിനെ വൃത്തിയിൽ കൊണ്ടു നടക്കണം. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളോ കുഴപ്പങ്ങളോ കുറവുകളോ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. ഇതുവരെ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റി നമ്മൾ പറഞ്ഞത്. എന്നാൽ മരിച്ചുപോയ ആൾക്കാരെ പറ്റിയും പറയാൻ പാടില്ല. ഇമാം ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു അൽ ബഹറുൽ മദീദിൽ പറയുകയാണ്, വലാ ഫർഖ ബൈന ഗീബത്തിൽ ഹയ്യി വൽ മയ്യിത്തി. മരിച്ചുപോയ ആൾക്കാരെ പറ്റിയും ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിയും ഗീബത്ത് പറയുന്നതിൽ വ്യത്യാസമൊന്നുമില്ല. ജീവിച്ചിരിക്കുന്ന ഒരാളെ പറ്റി നിങ്ങൾ എങ്ങനെയാണോ പറയുന്നത് അതേമാതിരി തന്നെ മരിച്ചുപോയ ആൾക്കാരെയും കുറ്റങ്ങളും കുറവുകളും പറയാ. കുറ്റങ്ങളും കുറവും ആക്കണ്ട, അയാളിൽ ഉള്ള കാര്യം അയാൾക്ക് ഇഷ്ടമില്ലാത്തത് പറയൽ. എന്തേ? അതിന്റെ ഗൗരവം അറിയിക്കാൻ വേണ്ടി ഹദീസ് വന്നിട്ടുണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ശതമ മയ്യിതൻ അവ ഇഖ്താബഹു ഫകഅന്നമാ ശതമ അൽഫ നബിയ്യിൻ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാള് ഒരു മയ്യത്തിനെ ചീത്ത പറയുകയോ അല്ലെങ്കിൽ ഗീബത്ത് പറയുകയോ ചെയ്താൽ 1000 നബിമാരെ അവൻ ചീത്ത പറഞ്ഞതുപോലെയാണ്. 1000 നബിമാരെ ചീത്ത പറഞ്ഞ കുറ്റം ഉണ്ടാവുന്നു. വമൻ ഇഖ്താബഹു ഫകഅന്നമാ ഇഖ്താബ അൽഫ മലക്. ഹബീബ തങ്ങൾ പറയാണ്, ഒരാള് മരിച്ചുപോയ മനുഷ്യന്റെ ഗീബത്താണ് പറയുന്നതെങ്കിൽ 1000 മലക്കുകളെ ഗീബത്ത് പറഞ്ഞവനെ പോലെയാണവൻ. വഹബതല്ലാഹു ലഹു അമല 70 സന. 70 കൊല്ലത്തെ അവന്റെ അമൽ അല്ലാഹു തആല പൊളിച്ചു കളയും. ഇന്ന് യാതൊരു വിലയില്ല. ആരെ കുറിച്ച് നമുക്ക് എന്തും പറയാം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് നോമ്പും ഉണ്ടാവില്ല, നിസ്കാരം ഉണ്ടാവില്ല, സ്വതക്കയും ഉണ്ടാവില്ല. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ചെയ്യുന്ന എല്ലാ അമലുകളും ഈ ഗീബത്ത് എന്ന് പറഞ്ഞ നമ്മൾ നിസാരമായി കാണുന്ന അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഗൗരവമുള്ള ഈ പാപം കാരണം നശിച്ചു പോകും. അധിക ജനങ്ങളും ഈ ഒരു പ്രശ്നത്തിൽ പെട്ട് കുടുങ്ങിക്കിടക്കുകയാണ്. അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങള് നമ്മുടെ മുഗ്നി എന്ന് പറഞ്ഞ ഫിഖ്ഹിന്റെ കിതാബുണ്ടല്ലോ, അല്ലാമ മുഹമ്മദ് സിർബീനി തങ്ങൾ, അതിൽ മയ്യത്തിന്റെ ബാബിൽ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് ഒരു മസ്അല പറയുന്നുണ്ട്. ഒരാൾ മരിച്ചാൽ അയാളെ നന്മകൾ പറയാം, തിന്മണ്ടേ പറയരുത്. എന്നാൽ ഒരാളെ തിന്മ പറയാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അയാളൊരു ബിദ്അത്തുകാരനാണ്, പരസ്യമായ ബിദ്അത്തൊക്കെ കാണിച്ചിട്ടുണ്ട്, ഇബ്നു തൈമിയെ പോലെ. അങ്ങനത്തെ ആൾക്കാരെ തിന്മകളൊക്കെ പറയാം. ആ ഗീബത്ത് ഹറാമല്ല എന്നൊക്കെ കിതാബ് കാണാം.
അവിടെ കാണാം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലുള്ള സമയത്ത് ഒരു പെണ്ണിന്റെ മയ്യത്ത് കുറച്ച് സ്ത്രീകൾ കുളിപ്പിക്കുമ്പോൾ ആ കുളിപ്പിച്ച ഒരു സ്ത്രീയുടെ കൈ ഈ മയ്യത്തിന്റെ ഒരു ശരീരത്തിലെ ഒരു ഭാഗത്ത് പറ്റിപ്പിടിച്ചു പോയി. എത്ര വലിച്ചിട്ടും കിട്ടുന്നില്ല. അപ്പൊ നമ്മുടെ ഒരു കൈ നല്ലൊന്നാന്തരം പശോണ്ട് തന്നെ ഇങ്ങനെ ഒട്ടിച്ച് കിട്ടിയില്ലെങ്കിൽ എത്ര പ്രയാസം ഉണ്ടാവും. അല്ലെ നമ്മൾ ചെരുപ്പുമേൽ ഒന്നാന്തരം പശ ഒഴിച്ച് നമ്മൾ ചവിട്ടി കിട്ടിയില്ല എത്ര പ്രയാസം ഉണ്ടാവും എടുക്കണമെങ്കിലൊക്കെ. ഇത് മരിച്ചുപോയൊരു മയ്യത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് ഒരു സ്ത്രീയുടെ കൈയാടെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്. എത്ര വലിച്ചിട്ടും പെണ്ണുങ്ങൾ നോക്കിയിട്ട് കിട്ടുന്നില്ല. പിന്നെ അവർ പുറത്തുള്ള ആണുങ്ങളൊക്കെ പറയല്ലോ, അങ്ങനെ പറഞ്ഞ് ഈ ശരീരത്തിൽ നിന്ന്, ഈ മരിച്ച മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് കുളിപ്പിച്ച പെണ്ണിന്റെ കൈയും കൊണ്ട് വലിച്ചിട്ട് കിട്ടുന്നില്ല, ഒട്ടിപ്പിടിച്ചു പോയി. അല്ലാമ മുഹമ്മദ് ഷിർബീനി തന്റെ മുഗനിയിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മിൻഹാജിന്റെ ശർഹായ മുഗനിയിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. വിഷയം ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധിയിൽ എത്തി. മാലിക് ഇമാം പറഞ്ഞു, നിങ്ങൾ ആ പെണ്ണിനോട് ചെന്ന് ചോദിക്കൂ, മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ എന്തെങ്കിലും വേണ്ടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു പോയിനോ, ഈ പെണ്ണിനെ പറ്റി എന്തെങ്കിലും അനാവശ്യമായി എന്തെങ്കിലും പറഞ്ഞു പോയിനോ. അപ്പൊ ചെന്ന് ചോദിച്ചപ്പം പിന്നെ ഉള്ളത് മാതിരി പറയല്ലോ. പെണ്ണ് പറഞ്ഞു, ഞാൻ ഈ പെണ്ണിനെ കുളിപ്പിക്കുമ്പോ ഇവള് വേണ്ടാത്ത എത്ര കാര്യങ്ങളൊക്കെ, അനാവശ്യമായ എത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ മാലിക് ഇമാം പറഞ്ഞു, അത് വ്യഭിചാരാരോപണമാണ്, അതിനെന്താണ് ശിക്ഷ, ഇന്ന ശിക്ഷയാണ്, അത് കൊടുക്കണം. അങ്ങനെ ആ പെണ്ണിനെ അടിച്ചു, ഇത്ര അടികളെ അടിച്ചു. അപ്പം കൈ എന്തായി, മാറി കിട്ടി. ഇവിടെ ഗീബത്തിന്റെ ഗൗരവം അല്ലാഹ് കാണിച്ചു തരികയാണ്. ചില സ്ഥലത്ത് അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നോമ്പ് നോറ്റ പെണ്ണുങ്ങൾ ഛർദ്ദിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിയും മരിച്ചുപോയ ആൾക്കാരെ പറ്റിയും ഗീബത്ത് പറയൽ വളരെ കഠിനമായ ശിക്ഷയുള്ളതാണ്. പറയൽ മാത്രമല്ല, അത് കേൾക്കുന്ന ആൾക്കാർ, ചിലര് അങ്ങാടിയിൽ കടകളിൽ ഇരിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ വാട്സപ്പ് ഫേസ്ബുക്കിലൊക്കെ മറ്റുള്ള ആൾക്കാരെ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കും. അതുകൊണ്ട് തന്നെയാണ് മശായിഖന്മാരും ഒക്കെ, പ്രത്യേകിച്ച് റമദാൻ മാസമായാൽ അവർ പറയും, നിങ്ങൾ യൂട്യൂബിൽ കൂടുതൽ കളിക്കരുത്, നിങ്ങൾ ഫേസ്ബുക്കിൽ കൂടുതൽ ഇടപെടരുത്, വാട്സാപ്പിൽ ഇടപെടരുത് എന്ന് അവർ പറയുന്നത് നമ്മളെ നോമ്പിനെ കാക്കാനാണ്, ഈ റമദാനെ കാക്കാനാണ്. അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ റമദാനിനെ ബഹുമാനിച്ച ആൾക്കാരാവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു നോമ്പിന്റെ നിയ്യത്തും നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചത് കൊണ്ട് നോമ്പാവില്ല. കാരണം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണല്ലോ, റുബ്ബ സ്വാഇമിൻ, എത്ര നോമ്പുകാരാണ്, ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂഅ്, അവർ നോമ്പ് എന്ന് പറയുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്നത് കേവലം വിശപ്പ് മാത്രമാണ്, പട്ടിണി മാത്രമാണ്, നോമ്പ് കിട്ടുന്നില്ല. നോമ്പാകേണ്ട മറ്റു പല കാര്യങ്ങളും അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് മശായിഖന്മാരൊക്കെ നമ്മോട് പറയുന്നത്, റമദാൻ മാസം ആയാൽ യൂട്യൂബ് നിങ്ങൾ നോക്കണ്ട, ഫേസ്ബുക്ക് നിങ്ങൾ നോക്കണ്ട, വാട്സാപ്പ് നിങ്ങൾ നോക്കണ്ട, നോക്കുകയാണെങ്കിൽ തന്നെ ദീനിയായ കാര്യങ്ങൾ, വഅദുകള്, ഖുർആൻ ഓത്തുകൾ, ദീനിന്റെ കാര്യങ്ങൾ ഉണ്ടാകുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം മതി. മറ്റു കാര്യങ്ങൾ റമദാനിൽ നിങ്ങൾ ഒഴിവാക്കണമെന്ന് അവർ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഗീബത്ത് പറയൽ, അത് ഗൗരവമുണ്ട്, കേൾക്കലും. പക്ഷെ നമ്മൾ അങ്ങനെ ഒരാളെ പറ്റി അറിയാണ്ട് ഗീബത്ത് പറഞ്ഞു പോയാലോ, അങ്ങനെ ഉണ്ടല്ലോ. ഒരാള് നോമ്പ് നോറ്റ് സാധാരണ അയാള് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ, സാധാരണ മാസം ഇറങ്ങിയാൽ ഒരു 10 മണിയോ 15 അങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ അന്തൂർക്കാന്റെ ചായക്കട കണ്ടാൽ അവിടെ കയറിയിട്ട് അയാൾ ചായ ഒക്കെ കുടിക്കും. അല്ലെങ്കിൽ ഏതൊക്കെ ഒരു ശിവേട്ടന്റെ കട ഉണ്ട്, അല്ലെങ്കിൽ ഗോവിന്ദന്റെ കട ഉണ്ട്, അവിടെ നിന്ന് ചായ കുടിക്കും. റമദാൻ അയാൾ അങ്ങനെ വന്നപ്പോ കട കണ്ട പാടുന്ന് കയറി അറിയാണ്ട് ചായ കുടിച്ചു. ഇപ്പൊ കാണെങ്കിൽ ആൾക്കാർ ചോദിക്കും, ആചാര്യ അല്ലെങ്കിൽ നോമ്പില്ലെങ്കിൽ ചോദിക്കും, അയാൾ അങ്ങനെ അറിയാണ്ട് കുടിച്ചെന്ന് കുട്ടിക്കോളി. അറിയാതെ കുടിച്ചുകൊണ്ട് നോമ്പ് മുറിയൊന്നുമില്ലല്ലോ. നമ്മൾ അറിയാണ്ട് ഗീബത്ത് അറിഞ്ഞാലോ, തെറ്റെന്നാണ്. ഒരാള് കുറച്ച് വിഷം വാങ്ങി ഒരു പാത്രത്തിൽ വെച്ച്, അതേമാതിരി വേറെ പാത്രത്തിൽ കുറച്ച് മധുര പലഹാരവും വെച്ച്, അല്ലെങ്കിൽ എന്തോ കുടിക്കാൻ എന്തൊരു സാധനം വെച്ച്, അയാൾ മധുരമുള്ള വെള്ളം നേരിച്ചിട്ട് വിഷമെടുത്ത് കുടിച്ച്, അറിയാണ്ട് കുടിച്ച് നേരിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ വിഷത്തിന്റെ എഫക്ട് പറ്റാണ്ടിരിക്കുന്നില്ലല്ലോ. എത്ര സംഭവങ്ങളുണ്ട് അങ്ങനെ, പലരും അറിയാണ്ട് പലതും എടുത്ത് കുടിച്ചിട്ട് മരിച്ചോണ സംഭവങ്ങളൊക്കെ അല്ലേ വാർത്തയിൽ നമ്മൾ കേൾക്കാറില്ലേ. അപ്പൊ നമ്മൾ അറിയാണ്ട് പറഞ്ഞു കേട്ടു, ഇതിനെന്ത് പരിഹാരം എന്താ?
ഇമാം ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് വസാമിഉ ലിൽ ഗൈബത്തി കൽ മുതാബി ഇല്ലാ അൻ യുഗയ്യറ ഔ യഖൂം. ഗൈബത്ത് കേൾക്കുന്ന ആൾക്കാർ ഒന്നുകിൽ അതിനെ തടയണം, അത് പറയരുത് എന്നൊക്കെ പറയണം, അല്ലെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോരണം. ഇനി അഥവാ നീ കേട്ടുപോയി അല്ലെങ്കിൽ പറഞ്ഞു പോയാൽ, മഹാനവർകൾ അബുൽ മവാഹിബ് തൂനിസി അശ്ശാദുലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വാക്ക് സന്തോഷപരമായിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? ഒരാൾ ഗീബത്ത് കേട്ടുപോയി, അങ്ങനാണെങ്കിൽ അവനെന്ത് ചെയ്യണം? ഈ ഗീബത്ത് കേട്ടതാണ്, ഫഖറ സൂറത്തുൽ ഇഖ്ലാസ് വൽ മുഅവ്വിദത്തൈൻ, നീ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് നീ ഓതിയിട്ട് ആരെ കുറിച്ചാണ് ഗീബത്ത് പറഞ്ഞ അയാൾക്ക് അതി ചെയ്യുക, അള്ളാഹു നിനക്ക് ചിലപ്പം പുറത്ത് തന്നേക്കാം എന്ന് മഹാനവർകൾ പറയുന്നുണ്ട്. ഈ മസല പല സ്ഥലങ്ങളിലും കാണാം. ഗീബത്ത് പറഞ്ഞ നമ്മൾ ആരെ പറ്റി ഗീബത്ത് പറഞ്ഞു പോയാൽ അയാൾക്ക് വേണ്ടി പൊറുക്കെല്ലാം തേടുക എന്നൊക്കെ പറയുന്നുണ്ട്. പ്രത്യേകിച്ചും മുഅ്മിനീങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പൊറുക്കെല്ലാം തേടുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന പ്രാർത്ഥന നമ്മുടെ ദുആകളിലൊക്കെ ഉള്ളതാണല്ലോ. അതുകൊണ്ട് ഗീബത്തിന്റെ ഗൗരവം വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വലാ യഖ്തബ് ബഅദുകും ബഅദാ എന്ന സൂറത്തുൽ ഹുജറാത്തിലെ ആയത്തിന് ഇസ്മായിൽ ബറൂസഫി തങ്ങളുടെ തഫ്സീറും ഇമാം ഇബ്നു അജീബ തങ്ങളുടെ തഫ്സീറൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീർ നോക്കാം. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഇശാറത്തുൻ ഇലാ വുജൂബി ഹിഫ്ളി അർദിൽ മുഅ്മിനി ഫീ ഗൈബത്തിഹി, ഒരു മുഅ്മിനായ മനുഷ്യന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ അഭിമാനം സംരക്ഷിക്കൽ നിർബന്ധമാണ് എന്നതിലേക്കാണ് ഈ ആയത്ത് സൂചന നൽകുന്നത്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അഭാവത്തിൽ അയാൾ ഇഷ്ടപ്പെടാത്ത കാര്യം പറയലാണല്ലോ ഗീബത്ത്. ഇനി ഒരാളുള്ള സമയത്തും അയാളെ പറ്റി അയാൾക്ക് ഇഷ്ടപ്പെടാത്ത പറയലും അതും കുറ്റമുള്ള കാര്യം തന്നെയാണ്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞല്ലോ, കുല്ലുൽ മുഅ്മിനി അലൽ മുഅ്മിനി ഹറാമുൻ ഇർളുഹു വമാലുഹു വദമുഹു, എല്ലാ മുഅ്മിനായ മനുഷ്യനും മറ്റ് മുഅ്മിനീങ്ങളെ മേൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരാളെ അഭിമാനം. അത് കളങ്കപ്പെടുത്തുന്ന രൂപത്തിൽ പ്രവർത്തിക്കുകയോ പറയുകയോ ചെയ്യൽ ഹറാമാണ് എന്ന് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായി ഹറാമ് തന്നെ എന്ന് തന്നെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അയാളെ മോശത്തരങ്ങൾ, അയാൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, മോശത്തരാവട്ടെ എന്താവട്ടെ, അത് പറയൽ ഗീബത്താണ്, അതിന് വലിയ ഗൗരവമുണ്ട്. എന്നാൽ നമ്മൾ ഈ വിഷയമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം അവസാനിക്കൂല, അത് കുറേ ഉണ്ട്. നമ്മൾ ഈ പറച്ചിൽ ഈ വിഷയം അവസാനിപ്പിക്കുകയാണ്. നമ്മളിങ്ങനെ ഒരാളെ പറ്റി ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത പറയൽ ഗീബത്താന്ന് പറയുമ്പോ നമുക്ക് ചിലവരെ കുറിച്ച് പറയേണ്ടി വന്നാലോ, ചില ആൾക്കാരെ പറ്റി ചില വിഷയങ്ങൾ നമുക്ക് സമൂഹത്തോട് പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വന്നാലോ, പറയേണ്ടി വന്നാൽ ശർഅ് പറയൽ അനുവദിച്ച ചില കാര്യങ്ങളുണ്ട്, അത് ഗീബത്ത് തന്നെ, അത് ഹറാമില്ല. അതാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു ഫാസിഖായ മനുഷ്യൻ തെമ്മാടിയാണ്, അയാളെ കുറിച്ച് നമുക്ക് ഗീബത്ത് പറയൽ അനുവദനീയമാകും ആവശ്യത്തിനനുസരിച്ച് പറയേണ്ടതുണ്ടെങ്കിൽ. അതാണ് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ റിയാദുസ് സാലിഹീനിൽ ഗീബത്തിനെ കുറിച്ച് പ്രത്യേകമായ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ മഹാനവറുകൾ പറയുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചൊരു ഹദീസ് ഉണ്ട്, അത് ബുഖാരിയിലും മുസ്ലിമിലും കാണാം. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. എല്ലാവർക്കും അറിയുന്ന ധാരാളം കേട്ടൊരു ഹദീസാണ്. അല്ലാഹുവിൽ ഒരാൾ വിശ്വസിക്കുന്നവനാണെങ്കിൽ, മഹ്ശറയുണ്ട്, അവിടെ ചോദ്യം ചെയ്യപ്പെടും എന്ന കാര്യത്തിൽ ഒരാൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, അവൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അതിൽ അവനൊരു ഈമാൻ ഉണ്ടെങ്കിൽ, ഫൽയഖുൽ ഖൈറൻ, അവൻ നല്ലതേ പറയാവൂ, അല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി തങ്ങൾ പറയാണ്, വഹാദാ സ്വരീഹുൻ ഫീ അന്നഹു യംബഗി അല്ലാ യതകല്ലമ ഇല്ലാ ഇദാ കാനൽ കലാമു ഖൈറൻ വഹുവ അല്ലദീ ലഹറത് മസ്ലഹതുഹു. നീ എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ
ആ സംസാരത്തിൽ ഖൈറുണ്ട് നിനക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ സംസാരിക്കാവൂ എന്നാണ് ഈ ഹദീസ് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നത്. ഫലിയഖുൽ ഖൈറൻ എന്നല്ല പറഞ്ഞത്. അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? ആഖിറത്തിൽ വിശ്വാസമുണ്ടോ? മഹ്ശറിൽ വിശ്വാസമുണ്ടോ? ഖബറിൽ വിശ്വാസമുണ്ടോ? ഹിസാബിൽ വിശ്വാസമുണ്ടോ? ഒരു മുഅ്മിനായ മനുഷ്യനാണോ നീ എങ്കിൽ നീ ഖൈറേ പറയാവൂ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് ഇമാം നവവി റളിയല്ലാഹു അൻഹു വ്യാഖ്യാനം പറയുന്നു. നിനക്ക് ഖൈറാന്ന് തോന്നുന്ന കാര്യങ്ങളെ നീ സംസാരിക്കാവൂ. വമതാ ശക്ക ഫീ ളുഹൂരിൽ മസ്ലഹ, പറഞ്ഞതിൽ വലിയ കാര്യം ഉണ്ടോ ഇല്ലേ എന്ന് എനിക്ക് സംശയമാണെങ്കിൽ നീ അത് പറയരുത്. നിന്റെ നാവിൽ നിന്ന് എല്ലാ മുഅ്മിനീങ്ങളും രക്ഷപ്പെടണം എന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു വ്യക്തമാക്കി തരുന്നത്. അതിന് ഉപോത്ഭകമായിട്ടാണ് തൊട്ടടുത്ത ഹദീസ് മഹാൻ കൊണ്ടുവരുന്നത്. അബൂ മൂസ റളിയല്ലാഹു അൻഹു നിവേദനം, ഖുൽതു യാ റസൂലല്ലാഹ് അയ്യുൽ മുസ്ലിമീന അഫ്ളൽ. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും അഫ്ളലായ കാര്യം എന്താണ്? അപ്പോൾ ആ ചോദ്യത്തിന് ആ സഹാബിയോട് അപ്പോൾ ഹബീബായ തങ്ങൾ പറഞ്ഞു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിമായ ആള് മറ്റെല്ലാ മുസ്ലിമീങ്ങളും ഇവന്റെ നാവിൽ നിന്നും കരങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനാണ് ശ്രദ്ധിക്കേണ്ടത്. നാവുകൊണ്ട് മറ്റാളെ ഉപദ്രവിക്കാണ്ടിരിക്കുക, നാവുകൊണ്ട് ഉപദ്രവിക്കാണ്ടിരിക്കുക, അവനെ കുറിച്ച് പറയാണ്ടിരിക്കുക, വിഷമമുള്ള കാര്യങ്ങൾ കൈകൊണ്ട് ഉപദ്രവിക്കാണ്ടിരിക്കുക. ഇതാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ഇങ്ങനൊക്കെ ഹദീസ് ഉദ്ധരിച്ച് ഗീബത്തിന്റെ ഗൗരവം നമ്മെ ഉണർത്തി തന്നതിന് ശേഷം ഇമാം നവവി തങ്ങൾ റിയാദുസ് സാലിഹീനിലും അവിടുത്തെ അദ്കാറിലൊക്കെ മഹാനവറുകൾ പറയുന്നുണ്ട്, വഅലം അന്നൽ ഗീബത തുബാഹു ലിഗർദിൻ സ്വഹീഹിൻ ശർഈൻ ലാ യുംകിനുൽ വുസൂലു ഇലൈഹി ഇല്ലാ ബിഹാ. ഗീബത്ത് പറയൽ ഹറാമാണ് എന്നാണ് നിയമമെങ്കിലും ചില സന്ദർഭങ്ങളിൽ മതപരമായ വിഷയങ്ങൾക്ക് വേണ്ടി നിനക്ക് ഗീബത്ത് പറയാം, അത് നിനക്ക് അനുവദനീയമാണ്. അത് ഞാനിവിടെ പറയാൻ കാരണം ഗീബത്ത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഗീബത്ത് പറയാൻ പാടില്ല. പക്ഷേ ചിലപ്പോൾ നമ്മൾ പ്രഭാഷണത്തിലും എഴുത്തുകളിലൊക്കെ പലരെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും, പലരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും. അതും ഗീബത്താന്ന് ചിലർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇമാം നവവി തങ്ങൾ പറയാണ്, ഇദാ റഅ മുതഫഖിഹൻ യതറദ്ദദു ഇലാ മുബ്തദിഇൻ ഔ ഫാസിഖിൻ യഖുദു അൻഹുൽ ഇൽമ. ഒരു ഇൽമു പഠിക്കുന്ന ആള് അതേ ഇൽമു പഠിക്കുന്നത് ഒരു മുബ്തദിയിൽ നിന്നോ ഫാസിഖിൽ നിന്നാണെങ്കിൽ നിനക്കത് ഉണർത്തി കൊടുക്കാം. അല്ലെങ്കിൽ ഒരാള് അയാളിൽ ബിദ്അത്തുണ്ട്, തമാടിത്തരമുണ്ട്, അത് നിനക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ശർഇന്റെ പരിധിയിൽ പെടുന്നതാണെങ്കിൽ വ്യക്തി തേജോവധം കൂടാതെ ആ വിഷയം ഉണർത്തി കൊടുക്കാം. ഏതുപോലെ എന്ന് ചോദിച്ചാൽ ഇബ്നു തൈമിന്റെ വിഷയം എടുക്കുക. ഇബ്നു തൈമിയെ കുറിച്ച് ഇമാമുൽ രേഖപ്പെടുത്തുന്ന എത്രയോ ഹദീസ് അറിയാം, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇബ്നു തൈമിക്ക് അറിയാം എന്ന് പറഞ്ഞവരുണ്ട്. അയാൾ ഹംബലി മദ്ഹബിലെ വലിയ ഫഖീഹ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അയാൾ ഒരുപാട് കിതാബുകൾ അയാൾക്കുണ്ട്. അയാളെ ജയിലിട്ട സമയത്ത് പോലും അയാൾ 40 വാളിലുള്ള തഫ്സീർ എഴുതിയതായിട്ട് ചരിത്രത്തിൽ കാണാം. അയാൾക്ക് ഒരുപാട് അറിവുകളുണ്ട്. പക്ഷേ ആ അറിവുകൾ നാഫി ആയ ഒരു ഇൽമല്ല, ഉപകാരമുള്ളൊരു ഇൽമല്ല. അയാളുടെ കിതാബുകളിലൊക്കെ അയാൾ ഒരുപാട് വേണ്ടാത്തത് എഴുതി വെച്ചത് കൊണ്ട് തന്നെയാണ് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ശറഹുൽ ഇലാഹിൽ ഇബ്നു തൈമിയെ സംബന്ധിച്ച് പറഞ്ഞു, അയാൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖബർ സിയാറത്ത് സുന്നത്തില്ല എന്ന് പറഞ്ഞ ആളാണ്. അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞ ആളാണ് അയാൾ. അള്ളാഹ് കാലുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. അള്ളാഹു ആകാശത്തേക്ക് ഇറങ്ങും എന്ന് പറഞ്ഞ ആളാണ്. അള്ളാഹ് തടിയുണ്ട് എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് വലഖദ് കഫറഹു കസീറുൻ മിനൽ ഉലമാ, ധാരാളം ഇമാമുകൾ, ധാരാളം പണ്ഡിതന്മാർ അയാൾ കാഫിറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അൽ ജൗഹറുൽ മുനല്ലമിൽ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ എഴുതി വെച്ചു, ഇബ്നു തൈമിയുടെ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ തന്നെ രാജാവിനോട് പറഞ്ഞു, ഇയാളെ ഫിത്ന ഭയങ്കര സ്ട്രോങ് ആണ്, കഠോരമാണ്, അതുകൊണ്ട് ഒന്നെങ്കിൽ ഇയാളെ നിങ്ങൾ കൊല്ലണം, അല്ലെങ്കിൽ ജയിലിടണം. രാജാവ് ആളെ ജയിലിൽ പിടിച്ചിട്ടു. ആ ജയിലിൽ നിന്ന് അയാൾ മൃതി അടഞ്ഞു പോയി എന്ന് അൽ ജൗഹറുൽ മുനല്ലമിൽ കാണാം.
ഇങ്ങനെ ഇബ്നു തൈമിയക്ക് വേണ്ടാത്ത ഒരുപാട് വാദങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഫതാവൽ ഹദീസിൽ പറഞ്ഞു വയുതഖദു ഫീഹി അന്നഹു മുബ്തദിഉൻ വാലിൻ മുദില്ലുൻ ജാഹിലുൻ. ഇബ്നു തൈമിയ എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അയാൾ ഒരു പണ്ഡിതനാണ് എന്നല്ല. ഇബ്നു തൈമിയെ കുറിച്ച് നിങ്ങൾ വിശ്വസിക്കേണ്ടത് എന്താണ്? അയാളൊരു നല്ല മനുഷ്യനാണ് എന്നല്ല. അയാളൊരു മുബ്തദിയാണ്, അയാൾ പേച്ചവനാണ്. അതുപോരാ, മുദില്ലുൻ, അയാൾ പേപ്പിക്കും ജനങ്ങളെ. ജാഹിലുൻ, വിവരമില്ലാത്ത ജാഹിലാണ് എന്നാണ് അയാളെ കുറിച്ച് വിശ്വസിക്കേണ്ടത് എന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചത്. ഇത് ഗീബത്തല്ലല്ലോ, ഇത് ഇബ്നു തൈമിയ വെറുക്കുന്ന കാര്യമാണ്. അയാളിലുള്ള ബിദ്അത്ത് അത് ലോകത്തോട് വിളിച്ചു പറയൽ നിർബന്ധമാണ്. അതാണ് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ചെയ്തത്. അതാണ് പിൽക്കാലത്ത് അല്ലാമ നബ്ഹാനി ശവാഹിദുൽ ഹഖ് ഫിൽ ഇസ്തിഗാസത്തി ബിസയ്യിദിൽ ഖൽഖ് എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഇബ്നു തൈമിയെ സംബന്ധിച്ച് പഴച്ചവനും പഴപ്പിക്കുന്നവനും വിവരമില്ലാത്ത ജാഹിലാണ് എന്ന് പറഞ്ഞതൊക്കെ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങളെ കറാമത്താണ്. കാരണം പിൽക്കാലത്ത് വന്ന പലരും ഇബ്നു തൈമിയുടെ ഈ കിതാബുകൾ കണ്ട് പെട്ടുപോയിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഇബ്നു അബ്ദുൽ വഹാബിനെ പോലത്തെ ആൾക്കാർ. അത് കണ്ടിട്ടാണ് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ അത്രയും സ്ട്രോങ്ങിൽ പറഞ്ഞത് അത് മഹാനവരുടെ കറാമത്താണ് എന്ന് ശവാഹിദുൽ ഹഖിൽ കാണാം. ഇങ്ങനെ നമ്മൾ ആളുകളെ കുറിച്ച് പറയേണ്ടി വരും. ഒരാളിൽപ്പെട്ട മോശമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അയാൾ ബിദ്അത്ത് ഉണ്ടെങ്കിൽ അത് നമ്മൾ പറയേണ്ടി വരും. ഒരാൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാദം പറയേണ്ടി വരും. ചിലപ്പോൾ ആളെ പേര് പറയേണ്ടി വരും, ചിലപ്പം ക്ലിപ്പ് കാണിക്കേണ്ടി വരും. ഇത് വ്യക്തിത്വചോദമല്ല, ഇത് പറയൽ നിർബന്ധമാണ്. അത് ഇബ്നു ഹജറുൽ ഹൈതമി ഇബ്നു തൈമിയെ പറ്റി പറഞ്ഞതുപോലെയാണത്. അതാണ് ഇമാം നബവി തങ്ങൾ അദ്കാറിലും റിയാദു സ്വാലിഹിലും പറഞ്ഞത് അത്തരം കാര്യം പറയണം എന്ന്. അതാണ് തുഹ്ഫയായാലും നിഹായാലും മുഗ്നിലൊക്കെ നബവി തങ്ങളെ മിൻഹാജിലുണ്ടല്ലോ, ഒരു മയ്യത്തിന്റെ നന്മ കണ്ടാൽ നിങ്ങൾ പറയണം, തിന്മ കണ്ടാൽ പറയരുത്. പക്ഷെ ബിദ്അത്തുകാരന്റെ മയ്യത്താണെങ്കിൽ അയാളെ നന്മ പറയരുത്, തിന്മ പറയണം. അത് പറയൽ അയാളെ ബിദ്അത്തിലേക്ക് ആള് പോകുമെങ്കിൽ പറയൽ നിർബന്ധമാണ്. സംഗതി ഗീബത്ത് തന്നെയാണ്, പക്ഷേ പറയൽ നിർബന്ധമായ ഗീബത്താണത്. ഗീബത്ത് അങ്ങനെയുണ്ട്, ഹറാമായ ഗീബത്തും ഉണ്ട്, നിർബന്ധമായ ഗീബത്തും ഉണ്ട്. വ്യക്തിതേജോധം പാടില്ല എന്ന് ഇമാം നബവി തങ്ങൾ പറയുന്നുണ്ട്. ശർഈയായ മസ്ലഹത്തിന് വേണ്ടിയേ ഇതൊക്കെ പറയാൻ പാടുള്ളൂ. അല്ലാഹു തന്നെ പറഞ്ഞിട്ടില്ലേ സൂറത്തുൽ അറാഫിൽ? അല്ലാഹു പറഞ്ഞെന്താ? വലിയ പണ്ഡിതനെ അറിയപ്പെട്ട ബൽആമുൻ ബഅറയെ പറ്റി അല്ലാഹു പറഞ്ഞത് എന്താണ്? ഫമസൽഹു കമസലിൽ കൽബ്, നായയെ പോലെയാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു. ആരെ പറ്റി? വലിയൊരു പണ്ഡിതനെ പറ്റി, വലിയൊരു വിവരമുള്ള ആളെ പറ്റി. ഫമസൽഹു കമസലിൽ കൽബി, പട്ടിയെ പോലെയാണ് എന്ന് സൂറത്തുൽ അറാഫിൽ 176-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു. ആളെ പേര് ഖുർആനില്ല, മുഫസ്സിരീങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഇമാം റാസി പറഞ്ഞു അത് ബൽആമുൻ ബഅറയെ പറ്റിയാണ് അല്ലാഹു പറഞ്ഞത്. മുഴുവൻ മുഫസ്സിരീങ്ങളും പറഞ്ഞു. അപ്പോ അല്ലാഹു ഗീബത്ത് പറഞ്ഞ ആളാണോ? ഇമാം റാസി ഗീബത്ത് പറഞ്ഞ ആളാണോ? ഗീബത്ത് എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് അയാൾ വെറുക്കുന്ന കാര്യം പറയരുത്. ഫാസിഖായ മനുഷ്യനോ ബിദ്അത്തുകാരനായ ആളോ ആണെങ്കിൽ അയാളിൽ അയാൾ വെറുക്കുന്ന കാര്യമാണെങ്കിലും അത് ശർഈയായ കാര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തോട് പറയേണ്ടി വന്നാൽ അത് പറയുക തന്നെ വേണം. ഹബീബായ തങ്ങളെ രൂപത്തിൽ ശൈത്താൻ വരുമെന്നൊരാൾ പറഞ്ഞാൽ അത് സമൂഹത്തോട് പറയണം. മശായിഖന്മാരും ഔലിയാക്കളും ഇന്ന് ലോകത്തില്ല എന്നൊരാൾ പറഞ്ഞാൽ അയാളെ പേരെടുത്ത് പറഞ്ഞിട്ട് തന്നെ കാര്യം പറയണം. അതൊക്കെ ഇമാമുകൾ ചെയ്തതാണ്. അല്ലാഹു ബൽഅമിനെ പറ്റി പറഞ്ഞത് എന്താണ്? മസലുഹു കമസലിൽ കൽബി, പട്ടിയെ പോലെയാണ് എന്ന്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്റെ വാള്യങ്ങളുടെ തഫ്സീറുൽ കബീറിൽ ഈ ആയത്ത് വിശദീകരിച്ച് 8-ാം വാള്യത്തിൽ പറയുന്നു, ഖാല ഇബ്നു അബ്ബാസ് വഇബ്നു മസ്ഊദ് വമുജാഹിദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബിയും അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബിയും ഇബ്നു അബ്ബാസ് തങ്ങളുടെ ശിഷ്യനായ ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞു, നസലത്ത് ഹാദിഹിൽ ആയത്തു ഫീ ബൽഅം ബൽഅമുബ്നു ബഅറ എന്ന് പറഞ്ഞ ആളിലാണ് ഈ ആയത്ത് ഇറങ്ങിയത്. വദാലിക ലിഅന്ന മൂസ അലൈഹിസ്സലാം ഖസദ ബലദഹു അല്ലദി ഹുവ ഫീഹി വഗസാ അഹ്ലഹു വകാനു കുഫാറ.
ഈ ബൽഅമിന് ബഅൂറ എന്ന് പറഞ്ഞാൽ അയാൾക്ക് പഴയ കാലത്തുള്ള കിതാബൊക്കെ അറിയാം. അയാളെ എന്തെങ്കിലും ഇൽമ പറയുകയാണെങ്കിൽ എത്രയോ ആളുകൾ ഇങ്ങനെ മുമ്പിലുണ്ടാകേനും. അത്രയും ഇൽമ അറിയുന്ന ഒരു പണ്ഡിതനാണ് അയാൾ. അയാളെ നാട്ടിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ആളുകളും കുഫാറുകളായ ആളുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി. ഫതലബു മിൻഹു അൻ യദു അലാ മൂസ അലൈഹിസ്സലാം വഖൗമിഹി വകാന മുജാബദ് ദഅവ. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ബൽഅമിന് ബഅൂറ എന്ന് പറഞ്ഞ ആൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളായിരുന്നു. അയാൾ എത്രത്തിൽ ചില കിതാബിലൊക്കെയാണ് അയാൾ എന്ത് ദുആയിരുന്നു അതുപോലെ സംഭവിക്കുമായിരുന്നു. അങ്ങനെ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളായിരുന്നു ബൽഅമിന് ബഅൂറ. അയാളുള്ള നാട്ടിലേക്ക് കൻആനിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം തന്റെ ആളുകളോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കൻആനിലുള്ള ആൾക്കാർ ബൽഅമിനോട് ചെന്ന് പറഞ്ഞു, ബൽഅം, നിങ്ങൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളല്ലേ, നിങ്ങൾ മൂസാ നബിക്കെതിരിൽ ദുആ ചെയ്യണം. ബൽഅം പറഞ്ഞു, ദുആർക്കൂല, അപ്പുറത്ത് നബിയാ ഉള്ളത്. റാസിമാൻ പറയാണ്, അയാൾക്ക് ഇസ്മുൽ അഅ്ളം വരെ അറിയാം. ഫമാ സാലു യത്ലുബൂനഹു മിൻഹു. ആളുകൾ ഇങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു, നിങ്ങൾ ദുആർക്കണം, നിങ്ങൾ ദുആർക്കണം. അവസാനം അയാൾ എന്താക്കി, അവരുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി ദുആ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. പിഴച്ചുപോയി കാര്യം. അയാൾ ദുആർന്നു, പക്ഷെ അയാൾ ദുആ ചെയ്ത് അയാൾക്ക് തന്നെ എതിരാക്കി മാറ്റി അല്ലാഹു തആല. മൂസാ നബി അലൈഹിസ്സലാം ഇതറിഞ്ഞു. മൂസാ നബി അറിഞ്ഞപ്പോൾ സുമ്മ ദഅ മൂസാ അലൈഹി. ഇമാം റാസി തങ്ങൾ പറയാണ്, മൂസാ നബി അലൈഹിസ്സലാം ബൽഅമിനെതിരിൽ ദുആയിരുന്നു. അല്ലാഹു അയാളെ ഇസ്മുൽ അഅ്ളം ഈമാനും നീ എടുത്തു കളയണം. ഫസലഹു അല്ലാഹു മിമ്മാ കാന അലൈഹി. അയാൾക്ക് അല്ലാഹു കൊടുത്ത ഈമാനും ഇസ്മുൽ അഅ്ളം എല്ലാ ഹിദായത്തും അല്ലാഹു എടുത്തു കളഞ്ഞു. ഫലമ്മാ ദഅ അലൈഹി മൂസാ. മൂസാ നബി അലൈഹിസ്സലാം ബൽഅമിനെതിരെ ദുആ ചെയ്തപ്പോൾ ഇൻദസഅല്ലാഹു മിൻഹുൽ ഈമാന വസാറ കാഫിറാ. അല്ലാഹു ബൽഅമിന്റെ ഈമാൻ ഊരിക്കളഞ്ഞു. അയാൾ കാഫിറായി പോയി, കാഫിറായി മൃതിയടഞ്ഞു പോയി. ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാന്റെ നിർദ്ദേശത്തിൽ വരുന്ന റസൂലായ മൂസാ നബി അലൈഹിസ്സലാമിനെ അംഗീകരിച്ച് നീങ്ങലാണ് ബൽഅമിന്റെ മേൽ നിർബന്ധമായ കാര്യം. അതൊക്കെ അറിയുകയും ചെയ്യാ. എന്നിട്ട് അയാള് ആളുകളെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി, കൂടെയുള്ള ആളുകളെ സമ്മർദ്ദത്തിന് വഴങ്ങി മൂസാ നബി അലൈഹിസ്സലാമിന് ഇതിൽ തിരിഞ്ഞു. ഇങ്ങനെ തിരിയുന്ന ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളണം ഇക്കാര്യം. മൂസാ നബി അലൈഹിസ്സലാമിൽ കാലഘട്ടത്തിൽ ദീൻ നടത്താൻ വേണ്ടി അല്ലാഹു അയച്ച റസൂലാണത്. ആ റസൂലിനെ ആ കാലഘട്ടത്തിലുള്ള സർവ്വജനങ്ങളും അംഗീകരിച്ചു കൊള്ളണം. അത് അള്ളാഹിന്റെ നിയമമാണ്. എക്കാലത്തും അങ്ങനെ തന്നെ ആ നിയമം. ബൽഅമിന് ഇസ്മുൽ അഅ്ളം അറിയാം, ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ബൽഅമിന്റെ പ്രധാന പണി മൂസാ നബി അലൈഹിസ്സലാമിനെ സപ്പോർട്ട് ചെയ്യലാണ്. അതല്ലേ ഉലമാ ഉമ്മത്തി കംബിയായി ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞ ഹദീസിന്റെ അർത്ഥം. ഇമാം ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, അൽ ഉലമാ വറസത്തുൽ അംബിയാ, ഉലമാക്കളുടെ അംബിയാക്കളുടെ വാരിസീങ്ങൾ. അത് ഉലമാ ആണ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വിലായത്ത് വേണം, സുദ്ദീഖിയത്ത് വേണം, ഖുത്ബാനിയത്ത് വേണം. ഇവരാണ് അംബിയാക്കന്മാരുടെ അനന്തരക്കാരായ ഉലമാ എന്നാണ് ഇമാം ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അവിടെ മഹാൻ ഹദീസ് ഉദ്ധരിക്കുന്നു, ഉലമാ ഉമ്മത്തി കംബിയായി ബനി ഇസ്രായേൽ. എന്റെ ഉമ്മത്തിലെ ഉലമാ ഐ വിലായത്തും സുദ്ദീഖിയത്തും ഖുത്ബാനിയത്തൊക്കെ ഉള്ള ആൾക്കാർ ബനു ഇസ്രായേലിലെ നബിമാരെ പോലെയാണ് എന്ന് പറഞ്ഞത്. ബനു ഇസ്രായേലിലെ റസൂലുമാരെ പോലെ എന്ന് ഹബീബാ തങ്ങൾ പറഞ്ഞിട്ടില്ല. അവിടെ ഇമാം ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി പറയുന്നു, റസൂൽ എന്ന് പറഞ്ഞാൽ ഓരോ ശരീഅത്തുമായി വരുന്നവരാണ്. നബിമാരങ്ങനെ പുതിയ ശരീഅത്തായി വരൂല. അവര് റസൂലുമാരെ തഈദ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിലെ മുഴുവൻ മശായിഖന്മാരും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനെ കാക്കുന്നവരാണ്, കാവൽക്കാരാണ്. ഓരോ കാലഘട്ടത്തിലും അല്ലാഹ് ദീൻ കാക്കുന്നത് ആ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ ആളുകളായ ഈ ഔലിയാക്കളിലൂടെയും മശായിഖന്മാരിലൂടെയുമാണ് എന്നാണ് സാരം. ഇമാം ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ ഈ വിഷയം വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ബൽഅമിന്റെ പണി മൂസാ നബി അലൈഹിസ്സലാമിന് തഈദ് കൊടുക്കുക, മൂസാ നബിന്റെ കൂടെ കൂടുക.
മൂസാ നബിയുടെ നിർദ്ദേശത്തിൽ ജീവിക്കുക, അതിനനുസരിച്ച് കാര്യങ്ങൾ തർതീബാക്കുക എന്നതാണ്. ഇയാൾ മൂസാ നബിക്കെതിരിൽ ദ്വാരുന്നപ്പോൾ അയാൾ ഈമാൻ പോയി, അയാൾ കാഫിറായി പോയി. കാലഘട്ടത്തിലേക്ക് അല്ലാഹു പ്രത്യേകമായി നിയോഗിക്കുന്ന ആളുകളെ മറ്റുള്ള ആൾക്കാരുടെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങി നമ്മൾ പറയുകയോ എതിരോ ചെയ്താൽ ഈ ബൽഅമിനെ പോലെ ആവുകയാണ്. അവരെ പറ്റിയും ഫമത്ലു കമതിൽ കൽബി എന്നാണ് ലോകാവസാനം വരെ ഉണ്ടാകുക. നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. ഞാൻ ഒരു വ്യക്തിയെ എടുത്തു പറഞ്ഞിട്ടില്ല, കാര്യത്തിന്റെ ഗൗരവം പറഞ്ഞെന്ന് മാത്രമാണ്. നമ്മുടെ വ്യക്തികളെ കുറിച്ച് ഇവിടെ ചർച്ചല്ല. എങ്കിലും നോക്കൂ, ഈ ആയത്ത് വേറെ ചില ആളുകൾ പറയുന്നത് അത് അബൂ ആമിറിനെ പറ്റിയാണ് ഈ പറഞ്ഞത് എന്ന്. ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്, ഒരു അഭിപ്രായ പ്രകാരം നസലത്ത് ഫി അബി ആമിർ റാഹിബ് അല്ലദി സമ്മാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാസിഖ് കാന യതർഹബു ഫിൽ ജാഹിലിയ. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിരുന്നു. ഒന്ന് മസ്ജിദ് ഖുബാ, മറ്റൊന്ന് മസ്ജിദുൻ നബവി, രണ്ട് പള്ളികൾ. ഈ പള്ളി ഉണ്ടാക്കിയപ്പോൾ മസ്ജിദ് ഖുബായിനോ അല്ലെങ്കിൽ മസ്ജിദുൻ നബവിക്കോ എതിരായിട്ട് മസ്ജിദുൽ ദിറാർ എന്ന് പറഞ്ഞൊരു പള്ളി ഉണ്ടാക്കി. 12 മുനാഫിഖീങ്ങൾ കൂടി ഉണ്ടാക്കിയതാണ്. അവരുടെ നേതാവാണ് അബൂ ആമിർ. ഇയാൾക്ക് പഴയ കാലത്തെ കിതാബുകളൊക്കെ അറിയാം. അപ്പൊ ഇയാള് മദീനയിലെ ആൾക്കാരൊരു ഉസ്താദായിരുന്നു, ഒരു വലിയ പണ്ഡിതനൊക്കെ ആയിരുന്നു. അയാളെ പറ്റി അവർ വലിയ ഉസ്താദ് പണ്ഡിതൻ എന്നാണ് വിളിക്കുമെങ്കിലും ഹബീബ തങ്ങൾ അയാളെ പറ്റി ഫാസിഖ് എന്നായിരുന്നു വിളിച്ചത് എന്ന് മസ്ജിദുൽ ദിറാറിന്റെ ചരിത്രം പറഞ്ഞ ഒട്ടുമിക്ക തഫ്സീറിന്റെ കിതാബുകളിലും സീറയുടെ കിതാബുകളിലും ഇത് കാണാം. അബൂ ആമിറിനെ എല്ലാവരും പറയുന്നുണ്ട്. ഹംദല റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയുണ്ട്. മലക്കുകളാണ് ആ സ്വഹാബിയുടെ ജനാസ കുളിപ്പിച്ചത്. ആ സ്വഹാബിയുടെ മകനാണ് അബൂ ആമിർ. വാപ്പു ഉസ്താറായതുകൊണ്ട് മൂന്ന് ഉസ്താറായിക്കൊള്ളണം എന്നില്ല. അബൂ ജഹലിന്റെ മക്കള് സഹാബികൾ കൂട്ടത്തിലുണ്ടല്ലോ. ഇക്രിമ റളിയല്ലാഹു അൻഹു സഹാബിയല്ലേ. അബൂലഹബിന്റെ മക്കള് സഹാബിന്റെ കൂട്ടത്തിലുണ്ട്. അബൂലഹബിന് അല്ലാഹു ശപിച്ചതാ. പക്ഷെ ചില മക്കള് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. അങ്ങനെ ഉണ്ട്. വാപ്പ മോശമായിരിക്കും, മക്കൾ ഉസാറ. ചിലപ്പോ മക്കള് മോശമായിരിക്കും, ബാപ്പ ഉസാറ. അങ്ങനൊക്കെ ഉണ്ട്. ചിലപ്പോ മക്കൾ ഉസാറ, വാപ്പ ഉസാറ. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ആ പള്ളിയെ സംബന്ധിച്ച് സൂറത്തു തൗബയിൽ അല്ലാഹു പറഞ്ഞല്ലോ, വല്ലദീന തഖദു മസ്ജിദൻ ദിറാറൻ വകുഫ്റൻ വതഫരീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹാറബല്ലാഹ വറസൂലഹു. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നാടെ നല്ലൊരു പള്ളി ഉണ്ടാക്കി മുഅ്മിനീങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടി നല്ല ഉസാറിൽ പോകുമ്പോൾ മുഅ്മിനീങ്ങൾക്കിടയിൽ വിദ്വേഷവും അനൈക്യമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചില ആൾക്കാർ ഗ്രൂപ്പ് തിരിഞ്ഞ് കച്ചറുണ്ടാക്കി അവിടെ വേറെ പള്ളി ഉണ്ടാക്കി. ഇത് ഖുർആനാണ്. ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം റാസി തങ്ങൾ പറയാണ്, അല്ലദീന ഇത്തഖദു മസ്ജിദൻ ദിറാറൻ കാനൂ 12 റജുലൻ മിനൽ മുനാഫിഖീൻ ബനൂ മസ്ജിദൻ യുദാറൂന ബിഹി മസ്ജിദ് ഖുബാ. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദ് ഖുബാ ഉണ്ടാക്കിയപ്പോൾ ആ പള്ളി അവിടെ ഉള്ളതോടുകൂടി തന്നെ മുഅ്മിനീങ്ങൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മസ്ജിദുൽ ദിറാർ, എടങ്ങേറിന്റെ പള്ളി ഉണ്ടാക്കിയ കുറച്ച് കൂട്ടര് മദീനയിൽ ഉണ്ടായിരുന്നു. ആ പള്ളി പൊളിച്ചു കളയാനൊക്കെ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാലിക് നാളെ ഏർപ്പെടുത്തുകയും അയാൾ പള്ളി പൊളിക്ക് തീ നശിപ്പിക്കുകയോ ചെയ്ത കഥ വേറെ ഉണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഗീബത്തിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഗീബത്ത് എന്ന് പറഞ്ഞാൽ അത് പറയരുത്. പക്ഷെ അത് പറയാൻ പറ്റിയ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. മുഅ്മിനീങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന, മശായിഖന്മാരിൽ നിന്ന് ജനങ്ങൾ അകറ്റുന്ന, ദീനിലില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരെ പറ്റി ശറഇന്റെ അടിസ്ഥാനത്തിൽ അവരെ വിമർശിക്കലും പറയലും അനുവദനീയമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും സൂക്ഷിച്ചുകൊണ്ട് തന്നെ എന്താക്കണം, മുന്നോട്ട് പോകണം. ഇവിടെ ഈ മസ്ജിദുൽ ദിറാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയുടെ ചരിത്രവും അല്പം ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. പരിശുദ്ധ റമദാൻ മാസമാണല്ലോ. ഹബീബായ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്ന കഥ, അവിടെ പള്ളി ഉണ്ടാക്കിയ കഥ. നമ്മൾ പള്ളിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് റമദാൻ മാസത്തിലാണ്.
തീരെ പള്ളിയിൽ പോകാത്ത ആൾക്കാർ, മറ്റു മാസത്തിലൊക്കെ പള്ളിയിൽ തീരെ പോകാത്ത ആൾക്കാർ പള്ളിയിൽ നല്ലോണം പോവുകയും തറാവിഹികളിലൊക്കെ നല്ലോണം പങ്കെടുക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മളിപ്പം ധാരാളം കാണുന്നുണ്ട്. ചെറുപ്പക്കാരൊക്കെ ഇപ്പം രാത്രി തറാവീഹിന്റെ സമയത്തൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡ് സൈഡിലൊക്കെ പള്ളി ഉണ്ടെങ്കിൽ ധാരാളം വാഹനങ്ങൾ കാണാം. പണ്ടൊന്നും ഇങ്ങനെ കാണലില്ല. പലരും രഹസ്യമായിട്ടൊക്കെ നോമ്പ് നോൽക്കാതെ പല കടകളിൽ പോയി ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയൊക്കെ പണ്ടുണ്ട്. ഇന്ന് അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുവിധം എല്ലാവരും നോമ്പ് നോൽക്കുകയും പള്ളിയിൽ കൃത്യമായി പോയി നിസ്കരിക്കുകയും തറാവീഹിന്റെ ജമാഅത്തുകളിലൊക്കെ കറക്റ്റ് പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ കഴിയും. പള്ളിയുമായിട്ട് നമ്മൾ കൂടുതൽ ബന്ധപ്പെടുന്നത് റമദാൻ മാസത്തിലാണ്. അങ്ങനത്തെ ഒരു സൗകര്യം റമദാനിന് അള്ളാഹ് ചെയ്തു തന്നിട്ടുണ്ട്. പ്രത്യേകമായിട്ടും പിശാചുകളൊക്കെ ബന്ധനത്തിലാക്കിയിട്ട് നമുക്ക് ഇബാദത്ത് ചെയ്യുവാൻ അള്ളാഹു തആല വളരെയധികം സൗകര്യം ചെയ്തു തന്നിട്ടുണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ഉണ്ടാക്കിയ പള്ളി അത് മസ്ജിദ് ഖുബാഉം മസ്ജിദുൻ നബവിയുമാണ്. ആ പള്ളിക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹബീബ തങ്ങൾ നേരിട്ട് പങ്കെടുത്ത് പള്ളി ഉണ്ടാക്കിയ ഒരു പള്ളിയാണത്. തങ്ങൾ തന്നെ ഇറങ്ങിയിട്ട് കല്ല് ചുമക്കുക, പാറ ചുമക്കുക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി ത്വാലിബിൻ കറമല്ലാഹു വജ്ഹഹു, അതുപോലെ ഒരുപാട് സ്വഹാബികൾ അവരൊക്കെ കൂടി കല്ല് ചുമക്കുകയും പാറ ചുമക്കുകയും ഈത്തപ്പന മരം മുറിക്കുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്തുണ്ടാക്കിയ പള്ളിയാണ് മസ്ജിദ് ഖുബാവും മസ്ജിദുൻ നബവിയും. ഇന്ന് നമ്മൾ ആ മദീനയിൽ പോയി നോക്കിയാൽ ഇങ്ങനൊക്കെയായിരുന്നു ഈ പള്ളി ഉണ്ടാക്കിയതെന്ന് ചിന്തിക്കുവാൻ പോലും കഴിയാത്ത വിധം കൊട്ടാരം പോലെ വലിയ സൗകര്യങ്ങളുള്ള പള്ളിയും സ്ഥലവും ആ നാടായി മാറിയിട്ടുണ്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് കാണാം, അന്നമൻ സല്ല ഫിൽ മസാജിദിൽ അർബഅതി ഗുഫിറ ലഹു ദംബുഹു. 4 പള്ളികളിൽ വെച്ച് ഒരാൾ നിസ്കരിച്ചാൽ അവന്റെ പാപം പൊറുക്കപ്പെടും. അത് ആ പള്ളിയുടെ മഹത്വമാണ്. അതിൽപ്പെട്ടൊരു പള്ളിയാണ് മസ്ജിദുൽ ഹറാം. അവിടെ പോയി നിസ്കരിച്ചാൽ തന്നെ പാപങ്ങൾ ഇങ്ങനെ പൊറുക്കപ്പെടും. അതുപോലെ മസ്ജിദുൻ നബവി, അതുപോലെ മസ്ജിദുൽ അഖ്സ, അതുപോലെ മസ്ജിദ് ഖുബാ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, സ്വലാത്തുൻ ഫീ മസ്ജിദ് ഖുബാ കഉംറത്തിൻ. മസ്ജിദ് ഖുബായിൽ വെച്ചുള്ള ഒരു നിസ്കാരം ഒരു ഉംറ പോലെയാണ്. നമ്മൾ ഒരുപാട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഒരു ഉംറ, പണ്ടൊക്കെ ഉംറക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട, ഇപ്പൊ ലക്ഷത്തിലധികമാവും ഉംറക്ക്. ഹജ്ജിനൊക്കെ ലക്ഷങ്ങളാണ് മുടക്കിയിട്ട് ഒരു ഉംറ ചെയ്യും, അല്ലെങ്കിൽ 4-5 ഉംറ ചെയ്യാൻ പറ്റും. എന്നാൽ മസ്ജിദ് ഖുബായിൽ പോയിട്ടുള്ള ഓരോ നിസ്കാരത്തിന് ഓരോ ഉംറന്റെ കൂലി ഉണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നാടിനെയും ആ പള്ളിയെയും വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. മദീനയിലേക്ക് ഹബീബ തങ്ങൾ പോയത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് മദീനയിലേക്ക് പോകുന്നത്. നമുക്ക് അല്പം ചരിത്രം പറയാം. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹ് പറയുന്നുണ്ട്, നിങ്ങൾ ഈത്തപ്പനകളുള്ള നാട്ടിലേക്ക് പോകണം. അതിങ്ങനെ സ്വഹാബികൾ പറയാൻ നമ്മൾ ഈത്തപ്പനകളൊക്കെ ഉള്ള നാട്ടിലേക്ക് പോകാൻ നോക്കാം. ചിലർ മദീനയിലേക്ക് പോകാന്ന് മനസ്സിലാക്കി, ചിലർ ഹബ്ശി എത്യോപ്യയിലേക്ക് പോകാന്ന് മനസ്സിലാക്കി, ചിലരൊക്കെ എത്യോപ്യയിലേക്ക് പോയി കുറച്ചു കാലം അടക്കെ കൂടി പിന്നെ ഇങ്ങോട്ട് പോന്ന്. അന്ന് മക്കയിൽ വളരെ പ്രയാസമാണ്. അബൂ സുഫിയാന്റെ കൂട്ടത്തിൽ വലിയ അടങ്ങേറുണ്ട്. അബൂജഹലിന്റെ പിന്നെ വിഷയത്തിൽ വലിയ അടങ്ങേറുണ്ട്. അബൂജഹലിന്റെ പേര് അംർ ഇബ്നു ഹിശാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അബൂ ആമിർ എന്ന് പറഞ്ഞ മുനാഫിഖ് ഹബീബ തങ്ങളൊരു പള്ളി ഉണ്ടാക്കിയപ്പോൾ അതിനെതിരിൽ മുഅ്മിനീങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി പള്ളി ഉണ്ടാക്കിയ ആളാണ്. അയാളെ പറ്റി ഫാസിഖ് എന്നാണ് ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കാറുള്ളത്. അതുപോലെ മക്കയിലെ മുശ്രിക്കീങ്ങളും കുഫാറൊക്കെ വല്ലാതെ ബഹുമാനിക്കുന്ന അബൂജഹലിനെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചത് അംർ ഇബ്നു ഹിശാം എന്നല്ല, അബൂജഹിൽ വിവരക്കേടിന്റെ വാപ്പ എന്നാണ്. ഇങ്ങനെ ഹബീബ തങ്ങളെ പലർക്കും പല പേര് വിളിച്ചതായിട്ട് കാണാം, ചിലർക്ക് നല്ല പേര് വിളിച്ചതായിട്ടും കാണാം. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകാൻ തീരുമാനിച്ചപ്പോൾ ആദ്യമായിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയ ആള് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായ അബൂ സലമ അബ്ദുൽ അസദിൽ മഖ്സൂമി റളിയല്ലാഹു അൻഹു. ആദ്യമായി മദീനയിലേക്ക് ഹിജ്റ പോയ ആള്.
ഇവർ നേരത്തെ ഹബിഷയിലേക്ക് ഹിജ്റ പോയ ആളാണ്, എത്യോപ്യയിലേക്ക്. പോയപ്പോൾ തന്നെ വല്ല പ്രശ്നങ്ങളുണ്ട്. മടങ്ങി വന്നപ്പോൾ വല്ലാതെ മുശ്രിക്കീങ്ങൾ ബുദ്ധിമുട്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് മദീനക്കാരായ 12ഓളം അൻസാരികൾ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടി മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്ന് കണ്ട് മടങ്ങി പോകുന്നത്. അവരോടൊപ്പം അബൂ സലമ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോയി. പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോകുന്നത് ആമിർ ഇബ്നു റബീഅത്തുൽ അശീഷ റളിയല്ലാഹു അൻഹു. പിന്നീട് പോകുന്നത് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. മദീനയിൽ മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിച്ച ഒരുപാട് ആളുകൾക്ക് അദബും ഇൽമും പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടിയായിരുന്നു മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോയത്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ അവിടെ നിസ്കാരം പഠിക്കേണ്ടതുണ്ട്, ജുമാ പഠിക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതിലപ്പുറം ഹബീബ തങ്ങളോട് പെരുമാറേണ്ട അദബുകൾ പ്രത്യേകമായി പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പോയത്. പിന്നീട് ഒരുപാട് ആൾക്കാർ പോയി. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ സഹോദരൻ സെയ്ദ് ഇബ്നു ഖത്താബ് ഉണ്ട്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ആൾക്കാർ പോയി. പിന്നെയും പലരും പോയി. അങ്ങനെ അതിൽ കൂട്ടത്തിൽ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പോയി. ഇങ്ങനെ പലരും പോകാൻ തുടങ്ങി. അബൂ സുഫിയാൻ എന്താക്കി, കുറെ ആൾക്കാരെ തടഞ്ഞു വെച്ച് പോയവരെയും പിടിച്ചു കൊണ്ടുവന്ന് വീട്ടു തടങ്കലിലാക്കി. ഇങ്ങനെ പ്രശ്നങ്ങളും മക്കയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ഏതാനും ചില്ലറ സ്വഹാബികളല്ലാതെ ഒട്ടുമുക്കൽ എല്ലാ ആൾക്കാരും പോയിട്ടുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ മദീനയിലേക്ക് പോകുമ്പോൾ കഅബന്റെ അടുക്ക് പോയി തവാഫൊക്കെ ചെയ്തിട്ട് ഉറക്കനെ വിളിച്ചറിഞ്ഞ്, ഞാൻ മദീനയിലേക്ക് ഹിജ്റ പോവാണ്, ആർക്കെങ്കിലും തടയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരാ എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞിരുന്നു. പക്ഷെ ഒരുത്തനും തടയാൻ വന്നില്ല. അങ്ങനെ പലരും പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, ചരിത്രം ദീർഘമാണ്, മക്കാ മുശ്രിക്കീങ്ങൾ ഒരു യോഗം കൂടുന്നത്. അബൂജഹൽ അടക്കമുള്ള 100ഓളം ആളുകൾ യോഗം കൂടിയാണ്. ഇതെന്താണ്? ഇവര് പലരും മദീനയിലേക്ക് പോവുകയാണ്. മദീനക്കാരാണെങ്കിൽ ഇവരെ സ്വീകരിക്കുകയാണ്. മദീനയിൽ പോയി ആ രാജ്യം മുഴുവനും മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആളുകളായാൽ നമ്മോട് യുദ്ധത്തിന് വരും. പിന്നെ നമ്മളൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഇവരെ അടിമയായി പോവും, നമുക്കെല്ലാം നഷ്ടപ്പെടും. അതുകൊണ്ടൊരു തീരുമാനം വേണം എന്ന് തീരുമാനിച്ചു ദാറുൻ നദുവയിൽ 100ഓളം ആളുകൾ യോഗം ചേർന്ന് അബൂജഹൽ എന്ന ചെറുപ്പക്കാരനെ കൂട്ടത്തിലുണ്ട്. ആ യോഗം ഒരിക്കലും വഷളാൻ പാടില്ല, കറക്റ്റ് തീരുമാനം വരണമല്ലോ. അതുകൊണ്ട് ഇബ്ലീസ് നേരിട്ട് നജ്ദ്കാരനായ ഒരു മനുഷ്യന്റെ വേഷത്തിൽ ആ യോഗത്തിന്റെ സ്ഥലത്തേക്ക് കയറി വന്നിട്ട് പറഞ്ഞു, ഞാനും നിങ്ങളെ യോഗത്ത് കൂടട്ടെ, നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും ആ തീരുമാനത്തെ ഞാൻ സപ്പോർട്ട് ചെയ്യേയുള്ളൂ, എതിർക്കൂല. നോക്കിയപ്പോൾ വലിയ കുഴപ്പമില്ലാന്ന് ഇപ്പൊ എന്തെങ്കിലും കയറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്ലീസും പങ്കെടുത്ത ഒരു യോഗമാണ് ദാറുൻ നദുവിലെ ആ യോഗം. ആ യോഗത്തിൽ അവര് പറഞ്ഞു, മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കൊരു കാര്യം ചെയ്യും, ഏതെങ്കിലും നാട്ടിലേക്കാട് നാട് കടത്താന്ന് ഒരു കൂട്ട്, ഏതെങ്കിലും നാട്ടിലെ നമുക്ക് നാട് കടത്താം. വേറെ കൂട്ടർ പറഞ്ഞു, അത് വേണ്ട, നാട് കടത്തിലാവുമ്പോൾ ആടുന്ന് വേറെട്ടെങ്കിലും പോയല്ലോ, നമുക്ക് വീട്ടു തടങ്കലിടാ, ജയിലിട്ട മാതിരി, തിന്നാനും കുടിക്കാനൊന്നും കൊടുക്കണ്ട, പട്ടിണി കിടന്ന് മരിച്ചു പോകല്ലോ എന്നൊരു കൂട്ടർ. അപ്പൊ അബൂജഹൽ പറഞ്ഞു, ആ രണ്ട് തീരുമാനവും നമുക്ക് പ്രശ്നമാണ്. കാരണം ഹബീബാദങ്ങൾ ഖുറൈശിയ, അന്ന് മക്കയിലൊക്കെ ഉള്ളവരൊക്കെ ഖുറൈശിയിൽ തന്നെയാണ്. ഖുറൈശിൽ ബനു ഹാസിമിൽപ്പെട്ടവരാണ് അവർ. ബനു ഹാസിമാണ് മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബം. ബനു ഹാസിം എന്ന് പറഞ്ഞാൽ ഹബീബ തങ്ങളുടെ ഉപ്പാന്റെ പേരെന്താ? അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. അവരെ വാപ്പാന്റെ പേര് അബ്ദുൽ മുത്തലിബാണ്. അവരുപ്പാന്റെ പേര് ഹാഷിമാണ്. അവരുപ്പാന്റെ പേര് അബ്ദു മനാഫ്. അബ്ദു മനാഫിന്റെ ആൺമക്കളെ കൂട്ടത്തിൽ 4 ആൺമക്കളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതിലൊരു മോന്റെ പേരാണ് ഹാഷിം, ഒരു പേരാണ് മുത്തലിബ്. മുത്തലിബിന്റെ മക്കൾക്കാണ് ബനുൽ മുത്തലിബ് എന്ന് പറയാ. ഹാസിമിന്റെ മക്കൾക്കാണ് ബനു ഹാസിം. ഹാസിമിന്റെ മകനാണ് ആര്? അബ്ദുൽ മുത്തലിബ്. ഷൈബ എന്നാണ് പേര്. അബ്ദുൽ മുത്തലിബ് എന്ന് വിളിക്കും. 120-140 വയസ്സ് വരെ ജീവിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. ഇപ്പൊ ബനു ഹാസിം, നമ്മൾ ഹബീബ തങ്ങളെ നാട് കടത്തിയാലോ, പട്ടിണിക്കിട്ടാൽ ബനു ഹാസിം നോക്കി നിൽക്കൂല, ഓരങ്ങ് പോരും നമ്മളെ അടുക്കലേക്ക്. അതുകൊണ്ട് നമുക്ക് നമ്മളെ തട്ടാത്തൊരു പരിപാടി ഉണ്ട്. ഖുറൈശികളിലെ 5 കബീലകളിൽപ്പെട്ട 5 യുവാക്കൾ തിരഞ്ഞെടുക്കുക, ഓരോ വാളും കൊടുക്കുക. ഇവർ 5 ആൾക്കാരും കൂടി ഇതാക്കണം, ഹബീബ തങ്ങളെ വെട്ടിക്കൊലപ്പെടുത്തണം.
ആരാണ് കൊന്നതെന്ന് പുറത്തുള്ള ആൾക്കാർക്ക് അറിയരുത്. അപ്പോൾ ബനു ഹാസിമിന് ഈ 5 കബീലനോട് നേരിടേണ്ടി വരും. അതിനവർ നിൽക്കൂല. നമ്മളെ തടി സലാമത്തായി. ഒരു വേട്ടയനാണ്, എൻകൗണ്ടർ ആണ് അബൂജഹലിന്റെ പണി. അങ്ങനെ യോഗം കൂടി നല്ല മല്ലന്മാരായ 5 ആൾക്കാരെ തെരഞ്ഞെടുത്ത് അവരോട് പറഞ്ഞു, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് നിങ്ങൾ വളയണം, രാത്രി വളയണം, നേരം വെളുക്കാൻ നേരത്തെ എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ നിങ്ങൾ വെട്ടിക്കൊലപ്പെടുത്തണം. എന്താ തീരുമാനം? നല്ല തീരുമാനം തന്നെ അല്ലേ? നജിദ്കാരനായ ഇബ്ലീസിന്റെ വർത്തമാനം അങ്ങനെയാണ്. ഓൻ പറയുന്നതാണ് നല്ല തീരുമാനമാണ്, ഉഷാറ് തീരുമാനമാണ്, ഇതിലും നല്ലൊരു തീരുമാനം വേറൊന്നുമില്ല എന്ന് ഇബ്ലീസിന്റെ സപ്പോർട്ട് ബാക്കിയുള്ള ആൾക്കാർ ഉഷാറാക്കിയ തീരുമാനമായിട്ട് പാസ്സാക്കി 5 യുവാക്കളെ തിരഞ്ഞെടുത്തു. ഓൾക്ക് വേണ്ട ട്രെയിനിങ് അബൂജഹൽ കൊടുക്കുകയും ചെയ്തു. ഒരു നിശ്ചിത ദിവസം അവർ കണ്ടെത്തി. ആ ദിവസം ഹബീബ തങ്ങളെ വീട് അവർ വളഞ്ഞു. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയെ, നിങ്ങൾക്ക് മദീനയിലേക്ക് ഹിജ്റ പോവാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിർദ്ദേശമുണ്ട്. നേരത്തെ മദീനയിലേക്ക് ഹിജ്റ പോവാൻ നിർദ്ദേശമുണ്ട്, പക്ഷെ പോവാൻ ഉള്ള ടൈം അള്ളാഹ് പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ പോലൊക്കെ അങ്ങനെ പോയി മദീനയിൽ പോയി പലരും സ്ഥലം വാങ്ങി വീട് വെച്ച് അവിടെ ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി പലരും താമസിക്കുന്നുണ്ട്. അവിടെ ജുമഅ നടക്കുന്നുണ്ട്. അസ്അദ് ബിൻ സുറാറ റളിയല്ലാഹു അൻഹു അവിടെ ചെറിയ ഒരു പള്ളിയൊക്കെ ഉണ്ടാക്കി അവിടെ അടുത്തുള്ള ആൾക്കാരെ കൂട്ടി ജുമഅ നടത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാഴ്ച. പക്ഷേ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിരുന്നു, സിദ്ദീഖ്, മദീനയിലേക്ക് ആളുകൾക്ക് പോകാൻ നിർദ്ദേശമുണ്ടെങ്കിലും എനിക്ക് നിർദ്ദേശം കിട്ടിയിട്ടില്ല. എനിക്ക് നിർദ്ദേശം കിട്ടുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ പോരേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് വാഹനങ്ങളൊക്കെ റെഡിയാക്കി വെക്കണം. 2 ഒട്ടകത്തൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അതിൽ ഒരൊട്ടകം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ആ ഒട്ടകത്തിന് 800 ദിർഹം ഹബീബായ തങ്ങൾ തന്നെ കൊടുത്തു വാങ്ങിയതുമാണ്. സിദ്ദീഖ് തങ്ങൾ കുറെ പറഞ്ഞിരുന്നു, ഞാൻ വാങ്ങാം, പറ്റൂല, എനിക്കുള്ള ഒട്ടകം ഞാൻ തന്നെ വാങ്ങണം എന്ന് പറഞ്ഞു. അങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, നിങ്ങൾ പുറത്തേക്ക് പോയിക്കോളി. അവരിങ്ങനെ ദാറുന്നദുവിൽ ഇങ്ങനെ യോഗ കൂടിയിട്ടുണ്ട്. 5 ആൾക്കാരെ തയ്യാറാക്കിയിട്ടുണ്ട്, പുറത്തുണ്ട്. ഈ അമ്പിയാക്കള്, മുർസലീങ്ങള്, മശായിഖന്മാർക്കുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് തീരുമാനം എടുത്താലും അവരത് അറിയും. നമ്മൾ മനസ്സിൽ കാണുന്നത് അവർ മാനത്ത് കാണും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു നിൽക്കുമ്പോൾ റസൂലെ നേരിടാൻ ഒരാൾക്കും കഴിയൂല. അമ്പിയാക്കളെ നേരിടാൻ ആർക്കും കഴിയൂല. മശായിഖന്മാരെ നേരിടാൻ ആർക്കും കഴിയൂല. കുമ്മലീങ്ങളെ ഔലിയാക്കളെ നേരിടാൻ ആർക്കും കഴിയൂല. നമ്മൾ അവർക്ക് എതിരാവുകയാണെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നതിന്റെ വ്യക്തമായ തെളിവാണത്. സൂറത്തുൽ കഹ്ഫ് വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തി വെച്ചില്ലേ, മഹാന്മാർക്കെതിരിലാണോ നീ നീങ്ങുന്നത്, നീ പരാജയപ്പെട്ടു, അള്ളാഹുവിന്റെ ശത്രു നീ ആണ് എന്നതിന്റെ ഏറ്റവും വലിയ ദലീല് നീ തന്നെയാണ്. അള്ളാഹ്ക്കൊരാൾക്ക് എതിരാവാൻ അള്ളാഹിനെ കാണുന്നില്ലല്ലോ. അള്ളാഹിനപ്പൊ ചീത്തറയാനും ആക്രമിക്കാനും യുദ്ധം ചെയ്യാനും കഴിയൂല. പക്ഷെ അള്ളാഹിന്റെ ആളുകളോട് എതിരായ ഒരാൾ നീങ്ങാണെങ്കിൽ അള്ളാഹുവിനോട് അവൻ എതിരാണ്, അള്ളാഹുവിൽ നിന്ന് അവൻ അകന്നു എന്നതിന്റെ ദലീലാണ്, വ്യക്തമായ തെളിവാണ് എന്ന് എല്ലാ ഇമാമുകളും രേഖപ്പെടുത്തിയതാണ്. ആ ഹദീസൊക്കെ മൻ ആദാലി വലിയൻ എന്ന ഹദീസൊക്കെ നമ്മൾ ധാരാളം കേട്ടവരുമാണ്. ഏതായാലും ഇരിക്കട്ടെ, ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാം പറഞ്ഞു കൊടുത്തു. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. നമ്മൾ കേട്ട ചരിത്രമാണ്. അലിയാരോട് പറഞ്ഞു, എൻ്റെ വിരിപ്പിൽ നിങ്ങൾ കിടക്കണം, എൻ്റെ പൊതുപ്പുട്ട് മൂടി കിടന്നോളി, ഞാൻ മദീനയിലേക്ക് പോവുകയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് അമാനത്ത് സ്വത്തുക്കളൊക്കെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. മക്കയിലെ കാഫിരീങ്ങളെ ആൾക്കാർ എന്നെ വിശ്വസിച്ച് കുറെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരെ പല പൈസയും മറ്റു കാര്യമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങളെന്താക്കണം, ഇവിടെ നിന്നിട്ട് നാളെ മറ്റന്നാളെ കാര്യം ഇത് കൊടുത്ത് തീട്ടി, അല്ലെങ്കിൽ കുറച്ച് ദിവസമായിട്ട് ഇത് കൊടുത്ത് വീട്ടിയിട്ട് നിങ്ങൾ മദീനയിലേക്ക് പോരാണ്ടി എന്ന് പറഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ അത്തരം കാര്യം ഏൽപ്പിച്ചിട്ട് അവിടുത്തെ ആ കിടക്കയിൽ അല്ലെങ്കിൽ ആ വിരിപ്പിൽ കിടന്നുറങ്ങാൻ പറഞ്ഞു. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് ഇറങ്ങിയപ്പം ഇവർ കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. യാസീൻ വൽ ഖുർആനിൽ ഹക്കീം എന്ന ആയത്തൂതി ഇമാം സുംഹൂദി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. കുറച്ച് മണ്ണെടുത്ത് ഇവരിലേക്ക് എറിഞ്ഞ് ഓലിങ്ങനെ ആട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വർത്താനോ അല്ലെങ്കിൽ നോക്കി കുത്തിരിക്കുന്നുണ്ട്. ഹബീബാ തങ്ങൾ അവരുടെ ഇടയിലൂടെ നടന്നങ്ങ് പോയി. അബൂജഹലുണ്ട്, ട്രെയിനർ മുപ്പറാണല്ലോ. അങ്ങനെ ഇവരിങ്ങനെ കാത്തുത്തിരിക്കുകയാണ്. ഒരാൾ വന്ന് അബൂജഹലിനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നതിന്. അപ്പോൾ അവരിങ്ങനെ പുറത്തേക്ക് വന്നാൽ നമ്മളെ തീരുമാനം ഉണ്ടല്ലോ, പുറത്തേക്ക് വന്നാൽ ഇങ്ങനെ ശരിയാക്കണം. അതിന് ആൾ ഇവിടെ അല്ലല്ലോ, പോയില്ലേന്ന് ചോദിച്ചു അബൂജഹലിനോട്. അബൂജഹൽ ചേട്ടുവാൻ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ അപ്പുറത്ത് കണ്ടല്ലോ, അവരെ ഞാൻ അപ്പുറത്ത് കണ്ടു. അവർ സിദ്ദീഖ് തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ടുണ്ട്. അബൂജഹൽ പറഞ്ഞു, നിങ്ങൾ വെറുതെ പറയാം, അങ്ങോട്ട് നോക്കി, വീടിന്റെ അകത്തേക്ക് നോക്കി, ഹബീബായ തങ്ങളുടെ റൂമിൽ അവിടുന്ന് കിടക്കുന്നുണ്ട് പൊപ്പം പൊച്ചിട്ട്, അവിടെ നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്ന് അബൂജഹൽ അവിടെ കുത്തിരുന്ന്. നേരം വെളുക്കാ നേരം സയ്യിദുനായ അലി ഇബ്നു അബീ ത്വാലിബിൻ കറമല്ലാഹു വജ്ഹു പുറത്തേക്ക് വരുമ്പാണ് അബൂജഹൽ മനസ്സിലായത് ഇത് പോയല്ലോ. അപ്പോൾ അബൂജഹൽ ചോദിച്ചു, ഏടെ ഹബീബായ തങ്ങള്? അലിയാരെ പറഞ്ഞു, പോയല്ലോ, നിങ്ങൾ കണ്ടില്ലേ? ഏട്ടാ പോയത് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ തപ്പലോട് തപ്പല്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ വീട്ടിൽ ചെന്ന് അസ്മാ ബിയോട് ചോദിച്ചു, വാപ്പോട് പോയി? എനിക്കറിയൂല. അബൂജഹൽ കൈ ഉയർത്തി അസ്മാ ബിയുടെ മുഖത്തടിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. പലരും ബുദ്ധിമുട്ട് വല്ലാതെ അനുഭവിച്ചു. പല സഹാബിയോടും ചോദിച്ചു, ഏട്ടാ പോയത്? പലരെയും വേദനാക്കി. ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് പറഞ്ഞ് ഹബീബ തങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളും കൂടെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഖാദിമായ ആളും കൂടി നേരെ മക്കയിലെ പ്രധാനപ്പെട്ട ഗുഹയായ സൗർ ഗുഹയിലേക്ക് പോയി. ആ സൗർ ഗുഹയിൽ 3 ദിവസം അവിടെ താമസിച്ചിരുന്നു. അപ്പോഴൊക്കെ വലിയ ഫുള്ള് തെരച്ചിലാണ്. നമ്മൾ കേട്ട ചരിത്രമാണ്. സൗറിന്റെ അടുക്കൽ വന്ന് തെരഞ്ഞു നോക്കി. അപ്പൊ ആ ഗുഹന്റെ അകത്തുണ്ടോന്ന് ചോദിച്ച്, അപ്പൊ അവിടെ ചെലന്തി വല കെട്ടിയിരുന്നു, പ്രാവ് മുട്ട ഇട്ടിരുന്നു. മാത്രല്ല ദൂരെയുള്ള ഒരു മരം ഉണ്ടായിരുന്നു. ഹബീബ തങ്ങൾ ആ മരത്തിനെ വിളിച്ചപ്പോൾ ആ മരം ഗുഹന്റെ മുമ്പിൽ വന്ന് നിന്നു. അപ്പോൾ ഗുഹയിലൊക്കെ ഒരാൾക്ക് കടക്കാൻ പറ്റാത്ത രൂപത്തിൽ ആ മരാടെ നിന്നത്. അതുകൊണ്ട് അവർ പറഞ്ഞു, ഒരു മനുഷ്യനായിട്ട് കയറി പോയിക്കൂടാ. മാത്രമല്ല ഏതോ കാലത്തുള്ള ചെലന്തി വല നിന്നിട്ടുണ്ട്, പ്രാവ് അവിടുന്ന് കുഞ്ഞുങ്ങളെ പോറ്റുന്നുണ്ട്. അങ്ങനത്തെ ഗുഹയിലേക്ക് ഒരു മനുഷ്യൻ പോയിട്ട് ഒരു ജീവി പോലും കയറൂല. ആ ഗുഹയിലാണോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും ഉണ്ടെന്ന് ഈ പറയുന്നത്? മാത്രമല്ല ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു എന്ന സിദ്ദീഖ് തങ്ങളുടെ ഖാദിമും കൂടെ ഉണ്ടായിരുന്നെന്നാണ് ചരിത്രം പറയുന്നത്. മക്കയിൽ മദീനയിലേക്ക് വഴികാട്ടി കാണിക്കുന്ന ഒരാൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട്. ഏതായാലും 3 ദിവസം അവിടെ തങ്ങി. പിന്നീട് അവരിങ്ങനെ നടന്നു പോകാൻ തുടങ്ങി ഇങ്ങോട്ട് മദീനയിലേക്ക്. അവരെ ഒട്ടകപ്പുറത്ത് അവർ യാത്ര ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവര് പോയി എത്തിയപ്പോൾ ഒരു വീട്ടിലെത്തി. ഉമ്മു മഅബദ് എന്ന സ്ത്രീയാണ് അവിടെ ഉള്ളത്. ആ സ്ത്രീയോട് ചോദിച്ചു, കുറച്ച് പാല് തരുമെന്ന് ചോദിച്ചു. അപ്പൊ സ്ത്രീ പറഞ്ഞു, ഇവിടെ ആടുണ്ടെങ്കിലും പാല് കറക്കാൻ പറ്റിയ ആടൊന്നും ഇവിടെ ഇല്ല. അപ്പൊ അവിടെ ചെറിയൊരു ആട്ടുംകുട്ടി. അപ്പൊ ആ ആട്ടുംകുട്ടിന്ന് പാല് കറക്കട്ടെ എന്ന് വെച്ചു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, ആ ചെറിയ ആട്ടുംകുട്ടിയാണ്, അത് എണ ചേർന്നിട്ടില്ല, പ്രസവിച്ചിട്ടില്ല, പിന്നെ ഇങ്ങനെ പാല് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എടുത്തോടി എന്ന് പറഞ്ഞു. കാരണം ഹബീബ തങ്ങൾ കാഴ്ചയിൽ തന്നെ ഒരു പ്രത്യേകമായ, കണ്ടാൽ തന്നെ ഒരു കാര്യപ്പെട്ട ആളാന്ന് തോന്നുന്ന ഒരു പ്രത്യേക സ്വഭാവ ശൈലികൾ അവിടത്തേക്ക് ഉണ്ടായിരുന്നു എന്നാണ്. നടന്നു പോണ സമയത്ത് തന്നെ പരിശുദ്ധമായ അവിടുത്തെ വിയർപ്പിന്റെ വാസന തന്നെ വളരെ സുഗന്ധമുള്ള വാസനയായിരുന്നു. പിന്നെ നടന്നു പോകുമ്പോൾ തന്നെ മേഘങ്ങൾ തണലിടും. പ്രത്യേക സംസാരമാണ്, ആളുകൾക്ക് മനസ്സിലാകുന്ന സംസാരം, പ്രയോഗങ്ങൾ മറ്റു മനുഷ്യരിൽ നിന്ന് വേറിട്ട ശൈലികളായിരുന്നു മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളും പ്രവർത്തികളും നോട്ടങ്ങളെല്ലാം. അപ്പോൾ ഉമ്മു മഅബദ് പറഞ്ഞു, നിങ്ങൾക്ക് പാല് കിട്ടിയെങ്കിൽ കർന്നോളി. ഹബീബ തങ്ങൾ ആ ചെറിയ, ഒരിക്കലും പാൽ ചുരത്താത്ത ആ ചെറിയ ആടിനെ വിളിച്ച് അതിൻ്റെ അകിടിൽ ഇങ്ങനെ തടവിയിട്ട് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, പാത്രം കൊണ്ടുവരൂ. പാത്രം കൊണ്ടുവന്നു, പാല് കറന്നു. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു. സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ആദ്യം കുടിക്കണം, ഞാൻ അവസാനം കുടിക്കുക, ഞങ്ങൾ കുടിച്ചോളി എന്ന് പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ കൊടുത്തു, ആമിറിന് കൊടുത്തു, പിന്നീട് ഉമ്മു മഅബദിന് കൊടുത്തു, പിന്നീട് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. എന്നിട്ട് ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു. അതിൽ പാല് കറന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വീട്ടുകാരൻ അബൂ മഅബദ് വരുമ്പോ നിങ്ങൾ അദ്ദേഹത്തിന് പാല് കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പാല് അവിടെ വാങ്ങിച്ച് പോയി. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് തങ്ങളും അങ്ങ് പോയി. കുറച്ചു കഴിഞ്ഞാൽ അബൂ മഅബദ് വന്നപ്പോ ആ മൂപ്പർക്ക് ഈ പ്രകൃതി ഒക്കെ കണ്ടപ്പോൾ ഇവിടെ ആരോ വന്നോ സംശയം. ഇവിടെ ആരോ വന്നോന്ന് ചോദിച്ചു. ഇങ്ങനെ വന്നിരുന്നു, ഞാലിന്റെ രൂപത്തിൽ മുബാറക്കായ ഒരു മനുഷ്യൻ വന്നിരുന്നു എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. മുബാറക്കായ ഒരു മനുഷ്യൻ വന്നിരുന്നു. അപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കൊടുത്തപ്പോൾ ഈ അബൂ മഅബദിന് മനസ്സിലായി, ഇത് മക്കയിൽ ഖുറൈശികൾ തെരഞ്ഞെടുക്കുന്ന റസൂൽ എന്ന് പറയുന്ന ആളാണ്.
ഈ അത്ഭുത കഥകളൊക്കെ കേട്ടപ്പോൾ റസൂൽ വിശ്വസിക്കാൻ ഈ അബൂ മഅബദ് വല്ലാതെ ആഗ്രഹിച്ചു. പോയ വഴി ചോദിച്ചു, പറഞ്ഞു കൊടുത്തു. അങ്ങനെ ചെന്ന് ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു വിശ്വസിച്ചു. വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു തൗഫീഖാണത്. മദീന ചരിത്രം കുറേ ഉണ്ട് പറയാൻ. അങ്ങനെ യാത്ര തുടരുകയാണ്. തുടർന്ന് വീണ്ടും ഇങ്ങനെ യാത്രയാണ്. മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു അറബി ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ വീടിനടുത്തെത്തി. ആ സ്ത്രീയുണ്ട്, ആ സ്ത്രീയുടെ മകനുണ്ട് ആ വീട്ടിൽ. ഹബീബ തങ്ങൾ ആ വീട്ടിൽ കയറി. അവിടുന്ന് ചോദിച്ചു, പാലുണ്ടോ? അപ്പോ ആ അറബി സ്ത്രീക്ക് ഹബീബ തങ്ങളെ കണ്ടപ്പോൾ ഒരു ബർക്കത്താക്കപ്പെട്ട ആളാണെന്ന് തോന്നി, ഒരു മുബാറക്കായ ആളാണെന്ന് തോന്നി. മോനോട് പറഞ്ഞു, മോനെ ആ വന്നവരോട് അവിടെ ഇരിക്കാൻ പറയൂ, ആടിനെ അറുത്തു അവർക്ക് ഭക്ഷണം തരാം എന്ന് പറയൂ. മാഷാ അല്ലാ, വല്ലാത്ത ഭാഗ്യമുള്ള ഒരു സ്ത്രീയാണത്. അപ്പൊ ആ കുഞ്ഞ് പറഞ്ഞു, ആ കുട്ടി വന്ന് പറഞ്ഞു, ഉമ്മ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ നിങ്ങളോട്, നിങ്ങൾക്ക് ആടിനടുത്ത് ഭക്ഷണം തരാം. ഹബീബ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 3 ദിവസം ആ വീട്ടിൽ താമസിച്ചു. ആ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ ഹബീബ തങ്ങൾ പാല് ചോദിച്ചു. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇവിടെ പാല് കറക്കുന്ന ആടൊന്നും ഇവിടെ ഇല്ല. അപ്പൊ ചെറിയ നേരത്തെ നമ്മൾ ഉമ്മ മഅബദിന്റെ വീട്ടിൽ കണ്ട മാതിരിയുള്ള ആടുണ്ടായിരുന്നു. ആ കുട്ടിയെ വിളിച്ചു, ഞാൻ പാല് കറക്കട്ടെ എന്ന് ചോദിച്ചു. കിട്ടിയെങ്കിൽ നിങ്ങൾ കറന്നോളി എന്ന് ആ സ്ത്രീ പറഞ്ഞു. അങ്ങനെ പാത്രം കൊണ്ടുവന്നു, അകിടിൽ തടവി പാൽ ചൊരുത്തി, പാല് കറന്നു. നേരത്തെ സിദ്ദീഖ് അങ്ങ് കൊടുത്ത മാതിരി കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു, ആ കുട്ടിക്കൊക്കെ കൊടുത്തു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു. പിന്നീട് ചരിത്രത്തിൽ കാണാൻ കഴിയും, മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് പോയതിനു ശേഷം കുറഞ്ഞ കാലങ്ങൾക്ക് ശേഷം സിദ്ദീഖ് തങ്ങളെ ഈ സ്ത്രീ കണ്ടുമുട്ടി. അന്ന് ഈ സ്ത്രീക്ക് പ്രായമുണ്ട്. അപ്പൊ മോൻ പറഞ്ഞ്, ഉമ്മ മുബാറക്കായ നമ്മളെ കൂടെ വീട്ടിൽ താമസിച്ച ആ ആളുടെ കൂടെ വന്ന ആളിതാ എന്ന് സിദ്ദീഖ് തങ്ങളെ കാണിച്ചു കൊടുത്തപ്പോൾ ആ സ്ത്രീ ചോദിച്ചു, മോനെ അന്ന് വന്നേ ആ ആൾ ആരാണ്? അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഉമ്മ ചോദിച്ചു, എനിക്കൊന്ന് ആളെ കാണാൻ പറ്റുമോ? ഹബീബ തങ്ങൾ അടുക്കൽ വന്നു. ആ ഉമ്മയും മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയും പാരിതോഷികങ്ങൾ ഹബീബ തങ്ങൾ ഈ ഉമ്മക്ക് കൊടുക്കുകയും ചെയ്ത സംഭവമൊക്കെ ചരിത്രത്തിൽ കാണാം. ചരിത്രം ദീർഘമാണ്, ചുരുക്കി പറയാണ്. അങ്ങനെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരികയാണ്. അതിൻ്റെ അടുക്ക് എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട്. പലരും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. പലരും ഹബീബ തങ്ങൾക്ക് വസ്ത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെള്ള വസ്ത്രം കൊടുത്ത് ധരിപ്പിച്ചവരുണ്ട്, അല്ലാതെ വസ്ത്രം കൊടുത്ത് ധരിപ്പിച്ചവരുണ്ട്. എത്രയോ ആളുകൾ കൂടെ കൂടിയവരുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ മദീന യാത്രയിലുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റയുടെ കാലം 2.5 മാസത്തോളമാണ്. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ചുരുക്കി പറയാണ്, ഹബീബ തങ്ങൾ മദീനയിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ മദീനക്കാർക്കറിയാം മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരും. അവർ സുബഹിസ്കരിച്ചാൽ നേരെ ഹറയിൽ പോയി ഇങ്ങനെ കാത്തുക്കും. അതിലൂടെയാണല്ലോ വരിക. കുറേ നേരം കാത്തുക്കും, വെയിലൊക്കെ ചൂടാൽ അവർ തിരിച്ചു വരും. ഒരിക്കൽ യഹൂദി വിളിച്ചു പറഞ്ഞു, അറബികളെ, മദീനക്കാരെ, നിങ്ങൾ കാത്തു നിൽക്കുന്ന ആള് വരുന്നുണ്ട്. അങ്ങനെ മദീനക്കാര് വാഹനത്തിലുമല്ലാണ്ടും കയറി പുറപ്പെട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ മദീനക്കാരിൽപ്പെട്ട പലരും അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് ഇരിക്കുകയാണ്. സിദ്ദീഖ് തങ്ങൾ നിൽക്കുകയാണ്. അപ്പൊ പലരും സിദ്ദീഖ് തങ്ങളാണ് റസൂൽ എന്ന് വിചാരിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ കൈ കൊടുക്കുകയും അഭിവാദ്യമൊക്കെ ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ വെയിലിനൊക്കെ ചൂടായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു മേൽത്തട്ട് എടുത്തിട്ട് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലന്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചെടുത്തപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകുന്നത് ഇരിക്കുന്നതാണ് ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അങ്ങനെ അവിടുന്ന് വാഹനങ്ങൾ കൊണ്ടുവന്നു, ആൾക്കാർ വന്നു, മദീനയിലേക്ക് സ്വീകരിച്ചു. മസ്ജിദ് ഖുബാ പള്ളി സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലത്താണ് താമസിച്ചത്. അവിടെ കുൽസൂം എന്ന് പറഞ്ഞ ഒരാളെ വീട്ടിലാണ് ഹബീബ തങ്ങൾ താമസിച്ചത്. സിദ്ദീഖ് തങ്ങൾ വേറെ ആളെ വീട്ടിൽ താമസിച്ചു. അലി റളിയല്ലാഹു അൻഹു കുറച്ച് ദിവസം കഴിഞ്ഞാൽ വന്നു. ആയിഷ ബീവിനെയും ഫാത്തിമ ബീവിനെയൊക്കെ മദീനയിലേക്ക് കൊണ്ടുവന്നു. അവരെ വേറെ വീട്ടിൽ താമസിപ്പിച്ചു. അങ്ങനെ ഹബീബ തങ്ങൾ മദീനക്കാർ അവിടുന്ന് കാണും. അപ്പൊ അവിടെ പള്ളി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും കൂട്ടി ഈ കുൽസൂം എന്ന് പറഞ്ഞ മഹാൻ സ്വഹാബി ഒരു സ്ഥലം വാങ്ങി അവിടെ ഉണ്ടാക്കിയ ഒരു പള്ളിയാണ് മസ്ജിദ് ഖുബാ എന്ന് പറഞ്ഞ പള്ളി. ആ പള്ളി നിർമ്മിക്കാൻ വേണ്ടി സ്വഹാബികൾ എല്ലാവരും കൂടിയിരുന്നു. സ്വഹാബികൾ സ്വന്തം കൈകൾ കൊണ്ടാണ് ആ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ആ പള്ളിക്കുള്ള കല്ലുകൾ, പാറകളൊക്കെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുമന്നിരുന്നു. അങ്ങനെ പള്ളി ഉണ്ടാക്കി. അങ്ങനെ അവിടുന്ന് പള്ളിയിൽ നിസ്കരിച്ചു. പിന്നീട് ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുബായിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ തീരുമാനിച്ചു.
അതിന് മദീനക്കാരായ 500ഓളം ആളുകൾ വന്ന് സ്വീകരിച്ചു. ബനു നജ്ജാർ എന്ന് അവിടുത്തെ അമ്മാവന്മാരുണ്ട്, അവർ സ്വീകരിച്ചു. പിന്നെ വലിയ ആനയിച്ച് കൂടെ പോകുമ്പോൾ മദീനയിൽ നേരത്തെ ഔസ് ഹസ്റജ് എന്ന് പറഞ്ഞ 2 ഗോത്രക്കാരുണ്ട്. ഔസ് ഹസ്റജ് എന്നുള്ള പേരുള്ള ആൾക്കാർ തന്നെ പണ്ടേ ഉണ്ട്. അവരെ മക്കളാണ് ഔസ് ഹസ്റജ്. 2 ഗ്രൂപ്പ് ഉണ്ടാടാ. ഔസാര് ഹസ്റജാരൊക്കെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഖുബായിൽ നിന്ന് മസ്ജിദുൻ നബവി സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് വരുന്നത്. മദീനയിലേക്ക് വരികയാണ്. മസ്ജിദുൻ നബവി എന്ന് മനസ്സിലാക്കേണ്ട മദീനയിലേക്ക് വരികയാണ്. അപ്പൊ ഹബീബ തങ്ങളുടെ എവിടെ ഇറങ്ങാൻ താമസിക്കാന്നൊക്കെ പോലെ ചോദിച്ചപ്പോൾ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എൻ്റെ ഒട്ടകം എവിടെയാണോ മുട്ട് കുത്തുന്നത് അവിടെയാണ് ഞാൻ ഇറങ്ങുക. ഏത് വീടിന് മുമ്പിലാണോ മുട്ട് കുത്തുക അവിടെ ഞാൻ ഇറങ്ങാൻ വീട്ടിൽ താമസിക്കും എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വരുന്നതിന് മുമ്പേ അവിടെ സ്വീകരിച്ച പല യാത്രാ സംഘങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, മദീനക്കാരോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മദീനയിലേക്ക് വരുന്ന സമയം ഹബീബ തങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ സ്വീകരിക്കും. ഞങ്ങളെ വീട്ടിൽ വരി, ഞങ്ങളെ വീട്ടിൽ വരി, ഞങ്ങളെ വീട്ടിൽ വരി. അവരൊറ്റ വീട്ടിലും ഹബീബ തങ്ങൾ എന്താക്കൂല, കേറൂല. എല്ലാവർക്കും വേണ്ടി ദ്വാരം. അന്നവിടെ ഹസ്റജ് ഗോത്രക്കാരെ ഒരു നേതാവുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്നാണ് അയാളെ പേര്. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് ഖുർആൻ അല്ലാഹ് പറയുന്നുണ്ട്. മുനാഫിഖീങ്ങൾ നരകത്തിന്റെ അടിത്തട്ടിലാണ്. അത് ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന ആളും ഓൻ്റെ ആളുകളുമാണെന്ന് ഒട്ടുമിക്ക തഫ്സീർ കിതാബിലും കാണാം. ഇയാളെ മുനാഫിഖ് ടീമാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാതെ ഫിത്ന ഉണ്ടാക്കിയത്. ഇയാളെ ഹസ്റജാര നേതാവാണ്. ഹബീബാദങ്ങൾ ഖുബായിൽ നിന്ന് ഒട്ടകം മുട്ടുകുത്തുന്ന വീട്ടിലേക്ക് യാത്രയാണല്ലോ. അതിനിടക്ക് പല വീട്ടുകാരും എത്രയോ നിങ്ങളെ വീട്ടുകാരെന്ന് പറയുമ്പോൾ അവിടെയൊക്കെ നിർത്തിയിട്ട് ചിരിച്ച് പുഞ്ചിരിച്ച് അവർക്ക് വേണ്ടി ദ്വാരന്ന് പോവുകയാണ്. ഒരു വീട്ടിലും കയറിയില്ല. ഈ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ഇവന് ഫിത്നക്കാരനാണല്ലോ. ഓന്റെ വീട്ടിലൊന്ന് ഇറങ്ങാന്ന് വിചാരിച്ച് ഹബീബാദങ്ങൾ ഓന്റെ വീട്ടിൽ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ ഈ ചങ്ങായി പറയാണ്, ശ്രദ്ധിക്കണം, മുനാഫിഖീങ്ങളിൽപ്പെട്ട ഇവൻ നേരത്തെ മുനാഫിഖാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് സലൂൽ പറയാണ് ഹബീബ തങ്ങളോട്, എന്റെ വീട്ടിൽ നിങ്ങൾ കയറണ്ട, നിങ്ങളെ വിളിക്കുന്ന ആൾക്കാരെ വീട്ടിൽ കയറിക്കോളി. ഇത് വല്ലാത്ത വിഷമുണ്ടാക്കുന്ന വാക്കാണ്. ഈ വാക്ക് കേട്ട് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറഞ്ഞു, ഹബീബ തങ്ങളെ ഓന്റെ വാക്ക് കേട്ട് ഞങ്ങൾ വിഷമിക്കേണ്ട, അങ്ങേക്ക് കയറാൻ ഞങ്ങളെ വീട് എന്നോട് ഇഷ്ടമാതിരി ഉണ്ടല്ലോ, ഏത് വീട്ടിൽ അങ്ങേക്ക് കയറാം. അങ്ങനെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്ത് അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുമ്പിലെത്തി. അവിടെ ഒട്ടകം മുട്ടുകുത്തി അവിടെ ഇറങ്ങി. ആ വീട്ടിലായിരുന്നു താമസിക്കുക. ആ വീട്ടിൽ തന്നെ താമസിക്കുന്ന പിന്നെ വേറൊരു കാര്യമുണ്ട്. യമനിലെ രാജാക്കന്മാർക്ക് തുബ്ബ രാജാക്കന്മാർ എന്ന് പറയാം. ഒന്നാം തുബ്ബ രാജാവായ അസ്അദ് എന്ന് പറഞ്ഞ രാജാവ് 400ഓളം പണ്ഡിതന്മാരുമായി മദീനയിൽ വന്നിരുന്നു. 1000 കൊല്ലം മുമ്പുള്ള കഥയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുന്നതിന്റെ 1000 കൊല്ലം മുമ്പുള്ള കഥ. അങ്ങനെ തുബ്ബ രാജാവും 400 പണ്ഡിതന്മാരും മദീനയിൽ വന്ന് താമസിച്ചു. അവരിങ്ങനെ യാത്രയാണ്. ഓരോ നാട്ടിൽ താമസിക്കും, പിന്നെയും പോവും, വേറെ നാട്ടിൽ താമസിക്കും, പിന്നെയും പോവും. അങ്ങനെ മദീനയിൽ എത്തിയപ്പോൾ തുബ്ബ രാജാവും 400 പണ്ഡിതന്മാരും അവിടെ താമസിച്ചു. രാജാവ് പോകാൻ നേരത്ത് 400 പണ്ഡിതന്മാരിൽപ്പെട്ട പലരും പറഞ്ഞു, ഞങ്ങൾ പോരുന്നില്ല, അവിടെയൊക്കെയാണ്. എന്താന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, നമ്മളെ കിതാബുകളിലൊക്കെ അവസാന കാലഘട്ടത്തിൽ അഹമ്മദ് എന്ന് പറഞ്ഞൊരു നബി വരും, റസൂല് വരും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ റസൂല് വരുന്നത് ഈ രാട്ടിലാണ് വരുന്നത്. അതുകൊണ്ട് ആ റസൂലിനെയും പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയാണ് എന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുന്നതിന്റെ 1000 കൊല്ലം മുമ്പ് ഈ 400 പണ്ഡിതന്മാരിൽപ്പെട്ട പണ്ഡിതർ തുബ്ബ രാജാവിനോട് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു, എന്നാൽ ഞാനും പോണില്ല, ഇവിടേക്കാണ്. ഈ 400 പണ്ഡിതന്മാർക്കും മദീനയിൽ 400 വീടുണ്ടാക്കി കൊടുത്തു തുബ്ബ രാജാവ്. എന്നിട്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വരുമ്പോൾ അവിടത്തേക്ക് താമസിക്കാൻ വലിയൊരു വീടും അവിടെ ഉണ്ടാക്കി കൊടുത്തു. കുറെ കാലം കഴിഞ്ഞ് രാജാവിന് വയസ്സായി. ഇനി
നടക്കൂലാന്ന് തോന്നിയപ്പോൾ രാജാവ് ഒരു കത്ത് എഴുതി വെച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നാൽ കൊടുക്കണം എന്ന് പറഞ്ഞൊരു കത്ത് എഴുതി സ്വർണത്തിന്റെ സീല ചെയ്ത് കൈമാറ്റം ചെയ്തു. അങ്ങനെ കൈമാറി വന്ന വീടാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു താമസിച്ച ആ വീട്. മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി 1000 കൊല്ലം മുമ്പ് തുബ്ബക് രാജാവ് ഉണ്ടാക്കിയ വീട്. അന്ന് വന്ന 400 പണ്ഡിതന്മാരിൽപ്പെട്ട ഒരു പണ്ഡിതന്റെ സന്താന പരമ്പരയിൽ ജനിച്ച ആളാണ് അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഈ സ്വഹാബിന്റെ കയ്യിലാണ് ഈ വീട് കൈമാറി പോന്നത്. മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യഥാർത്ഥത്തിൽ മദീനയിൽ ചെന്ന് താമസിച്ചത് അബൂ അയ്യൂബുൽ അൻസാരി തങ്ങളെ വീട്ടിലല്ല. തുബ്ബക് രാജാവ് ഹബീബ തങ്ങൾക്ക് വേണ്ടി 1000 കൊല്ലം മുമ്പ് പണിയിപ്പിച്ച വീട്ടിലാണ്. ചുരുക്കി പറഞ്ഞാൽ മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വീട്ടിൽ തന്നെയാണ് ഹബീബ തങ്ങൾ മദീനയിൽ താമസിച്ചത്. ഏതായാലും അവിടെ താമസിക്കുന്ന കാലത്ത് അവിടെ അസ്അദുൻ സുറാറിന്റെ ജുമാ ഉണ്ട്. അങ്ങനെ പള്ളി ഉണ്ടാക്കണം. സഹീൽ സുഹൈൽ 2 മക്കളുണ്ട്. അതിന്റെ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു ആടാ. അത് ഹബീബ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് വാങ്ങാൻ പറഞ്ഞു. 10 സ്വർണം കൊണ്ട് ദീനാറ് കൊണ്ട് അത് വാങ്ങി അങ്ങനെ പള്ളി ഉണ്ടാക്കി. അതിലും ഹബീബ തങ്ങൾ കൂടി കൊടുത്ത് തങ്ങൾ ശീലയിൽ കല്ല് ചുമന്നിരുന്നു. അതുപോലെ സ്വഹാബികളൊക്കെ ഉണ്ട്. ആ പള്ളി അവിടെ ഉണ്ടാക്കി. അത് ഈ തപ്പന്റെ പള്ളിയാണ്. അതിൽ ഹബീബാദങ്ങൾ ചളിയിലൊക്കെ സുജൂദ് ചെയ്ത കഥകളുണ്ട്. ചുരുക്കി പറയാണ്, ഖൈബറിന് ശേഷം ആ പള്ളി വീണ്ടും പണിതു. അതിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൊണ്ട് ഈ മസ്ജിദുൻ നബവിക്ക് എതിരിലാണ് അബൂ റാഹിബ് എന്ന് പറഞ്ഞ അബൂ ആമിർ എന്ന് പറഞ്ഞ പൂർവകാല കിതാബുകളൊക്കെ പഠിച്ച, തൗറാത്തും ഇഞ്ചീലൊക്കെ പഠിച്ച അബൂ ആമിർ എന്ന് പറഞ്ഞ അക്കാലത്ത് വലിയ പണ്ഡിതൻ എന്ന് പറയുന്ന ദുഷ്ടൻ മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൻ നബവിക്കെതിരായി, അതല്ല മസ്ജിദ് ഖുബാഇനെതിരായിട്ടാണെന്ന അഭിപ്രായങ്ങളുണ്ട്. ഏതായാലും റാസിയിലൊക്കെ കാണാം ഈ വിഷയങ്ങളൊക്കെ. മസ്ജിദുൻ നബവിക്കെതിരായിട്ട് മസ്ജിദുൽ ദിറാർ എന്നൊരു പള്ളി ഉണ്ടാക്കി. എന്നിട്ട് മുഅ്മിനീങ്ങളോട് പറഞ്ഞു, ഞങ്ങൾ പള്ളി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങളെ പള്ളിയിൽ ഞങ്ങൾക്ക് വരാൻ പറ്റൂല. നിങ്ങളെ പള്ളിയിൽ വന്നിട്ട് മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തുടർന്ന് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റൂല. ഞങ്ങളെ പള്ളിയിലേക്ക് ഹബീബായ തങ്ങൾ വന്നാൽ ഞങ്ങൾ തുടരും. ഞങ്ങളെ പള്ളിയിൽ വെച്ച് ഞങ്ങൾ ഹബീബായ തങ്ങളെ പറ്റി ആക്ഷേപിക്കും, നിങ്ങളെ പറ്റി ആക്ഷേപിക്കും. അതിനാണ് പള്ളി ഉണ്ടാക്കുന്നത് എന്ന് കൈസർ രാജാവിന്റെ അടുത്തുനിന്ന് സഹായങ്ങൾ വാങ്ങിയിട്ടാണ് അബൂ റാഹിബ് എന്ന ദുഷ്ടൻ ഈ പള്ളി ഉണ്ടാക്കുന്നത്. എന്നിട്ട് അബൂ ആമിർ എന്ന ദുഷ്ടൻ മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, തങ്ങളെ അടുക്കലേക്ക് വരാൻ പറ്റാത്ത കുറെ പാവപ്പെട്ട ആൾക്കാരിന് ഇവിടെ, അവർക്ക് മസ്ജിദുൻ നബവിയിലേക്കോ മസ്ജിദ് ഖുബായിലേക്കോ ഒന്നും വന്നൂടാ. അതുകൊണ്ട് പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. രാത്രി ഒന്നും പലർക്കും വരാൻ പറ്റൂല. ഓൾക്ക് നിസ്കരിക്കാനൊരു പള്ളിയാണ്. തങ്ങളൊന്നും വന്ന് നിസ്കരിച്ചാൽ ഞങ്ങൾ നിസ്കരിക്കല്ലോ എന്ന് ഹബീബ തങ്ങളോട് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, ഞാൻ വരാം, ഒരു യാത്രയിലാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ഭാഗത്ത് നിർദ്ദേശം വന്നു, ആ പള്ളിയിൽ നിസ്കരിക്കരുത്, അത് മുനാഫിക്കീങ്ങളുടെ പള്ളിയാണെന്ന്. ഹബീബ തങ്ങൾ മാലിക് എന്നാളെ വിളിച്ചു പറഞ്ഞു, നീ കുറച്ച് ആൾക്കാരും പോയി പള്ളിയിൽ പൊളിച്ചാള്. അങ്ങനെ പൊളിച്ച് തീയിട്ടു. അവിടെ വേസ്റ്റുകളിടുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന കൊണ്ടിടുന്ന സ്ഥലങ്ങളാക്കി മാറ്റി എന്നൊക്കെയാണ് ചരിത്രം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ റമദാനു ശരീഫിൽ നമ്മളെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം, ഗീബത്തിൽ നിന്ന് നമ്മൾ കാക്കണം. അതുപോലെ ഗീബത്ത് ഹറാമാണ്, അതേസമയം ഗീബത്ത് പറയൽ വാജിബാണ്, ഗീബത്ത് പറയൽ സുന്നത്താണ്, ഗീബത്ത് പറയൽ അനുവദനീയമാണ് എന്നീ വിഷയങ്ങളും ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല നിലയിൽ ഈ റമദാൻ മാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമാറാകട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഈ കാലഘട്ടത്തിൽ മശായിഖന്മാരെയും ഔലിയാക്കളെയൊക്കെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന കാലഘട്ടമാണ്. നമുക്കെപ്പോഴും രക്ഷ മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, അതുപോലെ മശായിഖന്മാരാണ്, അതുപോലെ ഔലിയാക്കളാണ്. എപ്പോഴും നമുക്ക് സഹായിക്കുവാനുള്ളത് ഹബീബായ തങ്ങളാണ്. ഹബീബായ തങ്ങളെ പറ്റി ഇവിടെ പറയുന്ന പല വാക്കുകളും വല്ലാതെ വിഷമപ്പെടുത്തുന്നുണ്ട്. മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കും, മുഹിബ്ബീങ്ങൾക്ക് എല്ലാവർക്കും, പരിശുദ്ധമായ ദീൻ ഇസ്ലാം ഉൾക്കൊള്ളുന്ന എല്ലാവർക്കും വേദന ഉണ്ടാക്കുന്ന വാക്കാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയാണ്, അവിടുത്തേക്ക് ആരെയും സഹായിക്കാൻ കഴിയുകയില്ല എന്ന് വാക്കുകളൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഒരു സംഭവം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. അബൂ ഇബ്രാഹിം ഉദ്ദാർ റളിയല്ലാഹു അൻഹു എന്ന മഹാനുണ്ടായിരുന്നു, മൊറോക്കക്കാരൻ. മൊറോക്കയിലെ ഷാഹുവത്ത് എന്ന് പറഞ്ഞ നാട്ടിൽ ജീവിച്ച ഒരാളാണ്. ഒരുപാട് കറാമത്തുകളുള്ള ആളാണ്. ആ മഹാൻ മൊറോക്കക്കാരായ കുറെ ആളുകളോടൊപ്പം ഹജ്ജിന് പുറപ്പെട്ടു. അങ്ങനെ അവർ മക്കയിൽ വന്ന് ഹജ്ജൊക്കെ ചെയ്ത് മദീനയിൽ മുത്തുറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരു ഹദ്റത്തിലേക്ക് വന്നു.
മദീനയിലെത്തിയപ്പോൾ അബൂ ഇബ്രാഹിം വദ്ദാർ റളിയല്ലാഹു അൻഹുവിൽ പൈസ ഒന്നുമില്ല. തിരിച്ച് മൊറോക്കയിലേക്ക് പോകണ്ടേ, യാത്രാ ചെലവും ഭക്ഷണത്തിന് ചെലവൊന്നുമില്ല. മറ്റുള്ള ആൾക്കാരുടെ കയ്യിലും ഓല ആവശ്യത്തിനെ ക്യാഷ് ഇടും. അപ്പൊ അവരേതായാലും തീരുമാനിച്ച് നമുക്ക് അബൂ ഇബ്രാഹിം വദ്ദാർ തങ്ങളോട് പറയാതെ മൊറോക്കയിലേക്ക് പോവാം. അബൂ ഇബ്രാഹിം വദ്ദാർ റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഈ മൊറോക്കക്കാര് അവിടുന്ന് പോയി. മൊറോക്കയിലെത്തണമെങ്കിൽ ആഴ്ചകളും മാസങ്ങളൊക്കെ സഞ്ചരിച്ചാലാണ് എത്തുക. അത്രയും ദൂരം ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഒരുപാട് മഹാന്മാരുള്ള ഒരു രാജ്യമാണത്. അവര് പോയി. അബൂ ഇബ്രാഹിം വദ്ദാർ റളിയല്ലാഹു അൻഹു മദീനയിൽ ഒറ്റപ്പെട്ടു പോയി. ആരുമില്ല സഹായിക്കാൻ. മൊറോക്കയിലേക്കുള്ള വഴിയറിയില്ല, കയ്യിൽ കാശില്ല. എന്തു ചെയ്യും? ആരോട് ചോദിക്കും? നിങ്ങൾ കേട്ടില്ലേ, എല്ലാ ഉസ്താദുമാരും വഅദ് പറയുമ്പോൾ പല ഉസ്താദുമാരും പാടുന്നൊരു പാട്ടുണ്ട്, യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മാലി സിവാക വലാ അൽവി അലാ അഹദി. സുൽത്താൻ അബ്ദുൽ ഹമീദ് ഖാൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു പാടിയ വലിയൊരു ഖസീദയുടെ ആരംഭത്തിലുള്ള വരിയാണത്. അള്ളാഹുവിന്റെ റസൂലേ, എനിക്കാരുമില്ല, അങ്ങ് മാത്രമേ അഭയുള്ളൂ. അങ്ങുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്, അങ്ങില്ലെങ്കിൽ ആരുമില്ല. അതുകൊണ്ട് മദീനയിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കേണ്ട. അവിടെ ആരുണ്ട്? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. സകല അമ്പിയാക്കളും അവിടത്തോട് സഹായം ചോദിച്ചിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാം ചോദിച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങളോട് സഹായം ചോദിക്കാത്തൊരു നബി ലോകത്ത് വന്നിട്ടില്ല എന്നാണ് ചരിത്രം. ഇമാം മറാക്കിശി റളിയല്ലാഹു അൻഹു അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സകല അമ്പിയാക്കളും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിച്ചവരാണ്, സഹാബികൾ ചോദിച്ചവരാണ്. ലോകത്ത് വന്ന മുഴുവൻ ഔലിയാക്കളും മശായിഖന്മാരും ഇമാമുകളും ഹബീബായ തങ്ങളോട് സഹായം ചോദിച്ചവരാണ്. ഇമാം അബൂ ഹനീഫ തങ്ങൾ ആ തിരുഹദറത്തിൽ സഹായം ചോദിച്ച സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. മൃഗങ്ങൾ വന്നിട്ടുണ്ട്, മാനുകൾ ഹബീബായ തങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ട്, റൗദാ ശരീഫിൽ വന്നിട്ടുണ്ട്. മനുഷ്യരും മൃഗങ്ങളും എല്ലാം അവിടത്തോട് സഹായം ചോദിച്ചു. അവിടത്തോട് സഹായം ചോദിക്കാത്ത ഒന്നും അള്ളാന്റെ മഖ്ലൂഖാത്തിലില്ല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് എല്ലാത്തിൻ്റെയും മദാർ, എല്ലാത്തിൻ്റെയും കേന്ദ്രം. ഇത് വിശ്വസിക്കുന്നവനെ മുഅ്മിനാകൂ, ഇത് വിശ്വസിക്കുന്നവനെ സുന്നിയാകൂ. അല്ലാത്തവൻ ഇബ്നു തൈമിയുടെ പാരമ്പര്യത്തിലും അനന്തരവും അവകാശപ്പെടുന്നവരും ആ അനന്തരത്തിൽ ജീവിക്കുന്നവരുമാണ്. അബൂ ഇബ്രാഹിം വദ്ദാർ റളിയല്ലാഹു അൻഹു മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുഹദറത്തിൽ ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ മൊറോക്കക്കാരനാണ്. ഞാൻ എൻ്റെ നാട്ടുകാരോടൊപ്പം ഇവിടെ ഹജ്ജിന് വന്നു, തങ്ങളുടെ അടുക്കൽ വന്നു. അവരെന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയി. എനിക്കാരുമില്ല, തങ്ങൾ മാത്രമേ എനിക്കുള്ളൂ. എൻ്റെ കയ്യിൽ കാശില്ല, ഭക്ഷണത്തിന് പൈസ ഇല്ല, ഒന്നുമില്ല. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഇബ്രാഹിം വദ്ദാർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, നിങ്ങൾ മക്കയിലേക്ക് പോകണം. അവിടെ ആളുകൾക്ക് സംസം കിണറിൽ നിന്ന് വെള്ളം കോരി കൊടുക്കുന്ന ഒരാളുണ്ട്. ആ ആളോട് നിങ്ങൾ ചെന്ന് പറയണം, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ മൊറോക്കയിൽ എത്തിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മക്കയിലേക്ക് നടക്കുകയാണ്. മക്കയിലെത്തി, സംസം കിണറിന്റെ അടുക്കിലെത്തി. സംസം കിണറിൽ നിന്ന് വെള്ളം നേരെ കോരി കുടിക്കുകയോ അല്ലെങ്കിൽ കോരിത്തരുന്ന ആളിന് വെള്ളം കുടിക്കുകയോ ചെയ്യുന്നതിന് വലിയ മഹത്തുണ്ട്. ഇന്ന് ആ സാഹചര്യമല്ല, ഒരു സുന്നത്തും കൂടിയാണത്. അങ്ങനെ അദ്ദേഹം സംസം കിണറിന്റെ അടുക്കിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആളുകൾക്ക് ഇദ്ദേഹം ഇങ്ങനെ വെള്ളം കോരി കൊടുക്കുകയാണ്. വെള്ളം കോരി കൊടുക്കുന്ന സമയത്ത് ഈ വെള്ളം കോരി കൊടുക്കുന്ന ആളെ കാണാൻ വേണ്ടി അബൂ ഇബ്രാഹിം വദ്ദാർ തങ്ങൾ ചെന്നപ്പോൾ വെള്ളം കോരി കൊടുക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ വെള്ളം കോരി കൊടുക്കുന്നിടയിൽ അബൂ ഇബ്രാഹിം വദ്ദാർ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കൂ, അല്പം കാത്തിരിക്കൂ, ഞാൻ ഇവർക്കൊക്കെ വെള്ളം കൊടുക്കട്ടെ, എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരാം. അബൂ ഇബ്രാഹിം വദ്ദാർ തങ്ങൾക്ക് അങ്ങോട്ട് കാര്യം പറയാൻ തന്നെ സംസം വെള്ളം കോരി കൊടുക്കുന്ന ആൾക്ക് കാര്യം പിടി കിട്ടിയെന്ന് മനസ്സിലായല്ലോ. അങ്ങനെ അവിടെ കാത്തുനിന്ന് ആളുകൾക്ക് വെള്ളം കൊടുത്തതിനു ശേഷം ഈ മഹാൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിദായിന്റെ തവാഫൊക്കെ ഒന്ന് ചെയ്യ്. അതിന് തവാഫൊക്കെ ചെയ്ത് നിങ്ങൾ എൻ്റെ കൂടെ വരി, നടക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഈ മക്കയിലെ വളരെ ഉയർന്ന പ്രദേശത്തേക്ക് നടന്നു പോവുകയാണ്. ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ കുറെ നടന്ന് പോകുമ്പോൾ ഏകദേശമൊക്കെ നേരം വെളുത്തരാനായ സമയത്ത് അബൂ ഇബ്രാഹിം വദ്ദാർ തങ്ങൾ ഇങ്ങനെ നോക്കിയത് ഏത് സ്ഥലമാണ്, കുറെ നടക്കാൻ തുടങ്ങിയല്ലോ. മൊറോക്കയിലെ ഷാഹുവത്ത് എന്ന നാട്ടുകാരൻ. അദ്ദേഹം തൻ്റെ നാടിനോട് ഒരു സാമീപ്യമുള്ള നാടാണ്. ഇപ്പൊ ഇവിടുന്നൊക്കെ ആൾക്കാർ സലാലയിലൊക്കെ പോയാൽ അവിടുത്തെ തെങ്ങ് റോഡൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ കേരള എന്നൊക്കെ തോന്നിപ്പോവും.
അപ്പൊ ഇദ്ദേഹത്തിന് തൻ്റെ നാടാന്നൊക്കെ തോന്നുന്ന രൂപത്തിൽ ഒരു നാടാണല്ലോ എന്ന് ചിന്തിച്ച് നോക്കുമ്പോഴാണ് അതല്ല, എൻ്റെ മൊറോക്കയിലെ ഷാഹുവത്ത് നാടാണല്ലോ ഇത്. അപ്പോഴാണ് അബൂ ഇബ്രാഹിം വദ്ദാർ റളിയല്ലാഹു അൻഹു മനസ്സിലായത്, ഞാൻ നാട്ടിലെത്തി. ആളുകൾ ചോദിച്ചോ നിങ്ങൾ എങ്ങനെ എത്രയും പെട്ടെന്ന് എത്തി? കഥ പറഞ്ഞു കൊടുത്തു. ആൾക്കാർക്ക് അത്ഭുതമായി. അബൂ ഇബ്രാഹിം വദ്ദാർ റളിയല്ലാഹു അൻഹു മൊറോക്കയിലെത്തി. ഒരുപാട് കഴിഞ്ഞിട്ടാണ് അന്ന് ഒഴിവാക്കിയ മദീനയിൽ ഇട്ടച്ചു പോകുന്ന ആൾക്കാർ മൊറോക്കയിൽ എത്തുന്നത്, ഷാഹുവത്തിൽ എത്തുന്നത്. അവർ ഈ കഥ കേട്ട് അത്ഭുതപ്പെട്ടു പോയി. അബൂ ഇബ്രാഹിം വദ്ദാർ നിങ്ങളെ കൈയും കാലും ചുംബിച്ചുകൊണ്ട് മാപ്പ് ചോദിച്ചു, രക്ഷപ്പെടുത്തണം. അവർ മാപ്പ് കൊടുത്തു. മഹാന്മാർ അങ്ങനെയാണ്, അവരെ കൈയും കാലും പിടിച്ച് നമ്മൾ കിണപേക്ഷിച്ചാൽ അവർ മാപ്പ് തരും. അവർ കാരുണ്യവാന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ലോകത്തിന് എപ്പോഴും കാരുണ്യം മാത്രമേ അവർ ഉദ്ദേശിക്കൂ. അതുകൊണ്ട് നമുക്ക് എപ്പോഴും രക്ഷപ്പെടാൻ നമ്മുടെ വസീല മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ പരിശുദ്ധമായ റമളാൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വലിയ അളമത്ത് കൊണ്ട്, മശായിഖന്മാരെ അളമത്ത് കൊണ്ട്, ശൈഖുൽ മശായിഖ് ഖുതുബുൽ ആലം സയ്യിദുനാ മടവൂർ ഖദ്ദസല്ലാഹു തആല സിറഹുൽ അസീസ് തങ്ങളെ വസീല കൊണ്ട്, കാലത്തെ പോറ്റുന്ന കാലഘട്ടത്തിലെ അത്യുന്നതന്മാരായ മശായിഖന്മാരെ വസീല കൊണ്ട്, അല്ലാഹുവേ ഞങ്ങളെല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുകയും ഞങ്ങളെ നോമ്പുകൾ സ്വീകരിക്കുകയും ഞങ്ങളുടെ മശായിഖന്മാരുടെ കാലിന്റെ ചുവട്ടിലായി ദുനിയാവിലും ആഖിറത്തിലും ളാഹിറൻ വ ബാത്തിനൻ അവരോടൊപ്പം ജീവിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.